اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق، خلق الإنسان من علق. اقرأ وربك الأكرم الذي علم بالقلم، علم الإنسان ما لم يعلم. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. ردت بلاغتها دعوى معارضيها، رد الغيور يد الجاني عن الحرم. لها معان كموج البحر في مدد، وفوق جوهره في الحسن والقيم. فما تعد ولا تحصى عجائبها، ولا تسام على الإكثار بالسأم. قرت بها عين قارها فقلت له لقد ظفرت بحبل الله فاعتصمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. اعلموا يا أمة سيدنا ومولانا محمد اللهم صل وسلم وبارك عليه. സർവ്വാദരണീയരായ ഉസ്താദവർകളെ, മഹല്ല് ജമാഅത്ത് നേതാക്കളെ, കാരണവന്മാരെ, മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഒന്ന് മുന്നോട്ടിരുന്നാൽ വയൽ നിങ്ങളോട് തന്നെ ആകും, അല്ലെങ്കിൽ പകുതി കസേരയോടും പകുതി നിങ്ങളോടും. നമ്മൾ മുന്നോട്ടിരുന്നാൽ ഞാൻ പലപ്പോഴും പറയും പോലെ രണ്ട് കൂലി ലഭിക്കും. മുന്നോട്ടിരുന്ന കൂലി, ബാക്കിൽ സീറ്റില്ല, അതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് വരണ്ടാന്ന് ചിന്തിക്കുന്ന ആൾക്ക് ബാക്കിലേക്ക് വന്നിരിക്കാനും കഴിയും. അവ രണ്ട് കൂലിയാണ്. അള്ളാഹു നമ്മുടെ ഈ സദസ്സ് അവൻ ഇഷ്ടപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന നല്ല അമലുകളിൽ ഉൾപ്പെടുത്തി സ്വീകരിക്കുമാറാകട്ടെ. മഹാന്മാരുടെ മദഹുകൾ ചൊല്ലി നടത്തുന്ന നല്ല ഒരു കർമ്മമാണ് ദഫ്റാത്തീബ്. അതിന്റെ വാർഷികത്തോടനുബന്ധിച്ചാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. നേരത്തെ ഞാൻ വന്നതും ഇതേപോലത്തെ പരിപാടിക്കാണ് എന്ന് തോന്നുന്നു. ഏതായിരുന്നാലും അല്ലാഹു തആല ആ മഹാന്മാരുടെ ഒക്കെ അനുസ്മരണം നിലനിൽക്കുന്ന നമ്മുടെ ഈ നാടിന്റെ ആത്മീയമായ ചൈതന്യം അവരുടെ ബറക്കത്ത് കൊണ്ട്, സഹായം കൊണ്ട് അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ആഫാത്ത്, ആഹാത്ത്, മുസീബാത്തുകൾ ഒന്നും വരാതെ അള്ളാഹുവിന്റെ ത്വഅത്തിലായി പ്രവർത്തിക്കാനും നല്ല നിലയിൽ ആഖിറത്തിലേക്ക് വേണ്ടി സമ്പാദിക്കാനും അതിന് പറ്റുന്ന വിധത്തിലുള്ള ആയുരാരോഗ്യവും സാമ്പത്തിക ശേഷിയും കുടുംബ ഭദ്രതയും എല്ലാ ചുറ്റുപാടുകളും അള്ളാഹു നമുക്ക് അനുകൂലമാക്കി തരുമാറാകട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലെയുള്ള റാത്തീബുകൾക്ക് നേതൃത്വം നൽകി സദസ്സ് സംഘടിപ്പിക്കുന്നതിന് സജീവമായി നമ്മോടൊപ്പം ഉണ്ടായിരുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ പലരും നമ്മുടെ ശബ്ദം മാത്രമാണ് ഇപ്പോൾ അവർ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അവരുടെ ഹദറത്തുകളിലേക്ക് നമ്മുടെ ഈ സദസ്സിന്റെ ബറക്കത്തുകൾ അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല ബർസഖിയ ലോകത്ത് നൽകുന്ന എല്ലാ സുഖങ്ങളും നൽകി അവരെ അള്ളാഹു ആദരിക്കുമാറാകട്ടെ.
നമ്മുടെ ഉസ്താദുമാർ, സാദാത്തുക്കൾ നമുക്ക് ഇൽമു നുകർന്നു തരാൻ വേണ്ടി നമ്മെ സഹായിച്ച സഹകരിച്ച എല്ലാ ആളുകൾക്കും ബർസഖിയായ ലോകത്ത് അല്ലാഹു വലിയ ദറജകൾ ഉത്തരോത്തരം ഉയർത്തി നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ, അതിന്റെ അത്ഭുതങ്ങളും ഖുർആൻ മുന്നോട്ട് വെക്കുന്ന, നമ്മോട് ഉണർത്തിക്കൊണ്ടിരിക്കുന്ന അധ്യാപനങ്ങളും വിജ്ഞാനങ്ങളും പറഞ്ഞു തീർക്കാനോ എഴുതി തീർക്കാനോ കഴിയില്ല. എന്നാലും ബർക്കത്തിന് വേണ്ടി, പഠിക്കാൻ വേണ്ടി നമ്മൾ അല്പം പറയുകയാണ്. ഇന്ന് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച നമ്മളൊക്കെ ഓതിയിട്ടുണ്ട്. അങ്ങനെ കഴിയൂല, പറഞ്ഞു തീർക്കാൻ കഴിയൂല. ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിഅനാ ബിമിസ്ലിഹി മദദാ. സൂറത്തുൽ കഹ്ഫിന്റെ 109-ാമത്തെ ആയത്തായിട്ട് നമ്മളൊക്കെ ഓതിയിട്ടുണ്ട്. ഖുൽ ലൗ കാനൽ ബഹ്റു, പറഞ്ഞു കൊടുക്കൂ നബിയെ, സമുദ്രം മുഴുവനും മിദാദൻ ലികലിമാതി റബ്ബി, എന്റെ റബ്ബിന്റെ വചനങ്ങൾക്കുള്ള മഷിയായി മാറിയാൽ. ഖുർആനിന്റെ വചനങ്ങൾ വിശദീകരിക്കുന്നതിന് മഷിയാക്കി അല്ലാഹു സമുദ്രങ്ങളെ മുഴുവനും കൊടുത്തു. ഭൂമിയുടെ 3 ഭാഗവും സമുദ്രല്ലേ, ഒരു ഭാഗം മാത്രമല്ലേ കരയുള്ളൂ. ആ 3 ഭാഗങ്ങളും അല്ലാഹു തആല മഷിയാക്കി കൊടുത്തു. എന്നിട്ട് ആ മഷി ഉപയോഗിച്ച് ഇവിടെയുള്ള മരങ്ങളൊക്കെ പേനയാക്കി ഉപയോഗിച്ച് എല്ലാ വിദ്യാസമ്പന്നരും ഒരുമിച്ചിരുന്ന് അവര് വിശ്രമമില്ലാതെ എഴുതാൻ തുടങ്ങി. എന്താണ് എഴുതുന്നത്? കലിമാത്തു റബ്ബി, റബ്ബിന്റെ വചനങ്ങളുടെ വിവക്ഷ, വിശുദ്ധ ഖുർആനിന്റെ അകപ്പൊരുളുകൾ എഴുതി ഒരു ഭാഗത്തുനിന്ന് അങ്ങനെ തുടങ്ങിയാൽ ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാത്തു റബ്ബി, എന്റെ റബ്ബിന്റെ വചനങ്ങൾ വിവക്ഷിച്ച് തീരുന്നതിന്റെ മുമ്പ് സമുദ്രം വറ്റി വരണ്ടുപോകും. അതിലുള്ള ജലാശയങ്ങൾ മഷിയാകാൻ മതിയാവുകയില്ല. വലൗ ജിഇനാ ബിമിസ്ലിഹി മദദ, ഇതുപോലത്തെ സമുദ്രങ്ങൾ വീണ്ടും 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 എത്രയോ നമ്മൾ ആവർത്തിച്ച് നൽകിയാലും റബ്ബിന്റെ വചനങ്ങൾ വിവക്ഷിച്ച് തീർക്കാൻ, അള്ളാഹുവിന്റെ കലാമിന്റെ വിശദീകരണങ്ങൾ പറഞ്ഞു തീർക്കാൻ മനുഷ്യർക്ക് കഴിയില്ല. അപ്പോൾ പിന്നെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമിന്റെ ആഴം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടത്തേക്കാണ് അല്ലാഹു തആല ഖുർആനിന്റെ വിശദീകരണം പഠിപ്പിച്ചു കൊടുത്തത്. എത്രമാത്രമാണ് അറിവിന്റെ ആഴം! ആ അറിവിന്റെ ആഴത്തിൽ നിന്ന് ഒരു ചെറിയ മുങ്ങി എടുക്കുന്ന ചെറിയ മുത്തുമണികൾ മാത്രം പെറുക്കിയെടുത്ത് ജീവിതത്തിൽ സൂക്ഷിക്കുന്നവരും വിതരണം ചെയ്യുന്നവരുമാണ് അന്നു മുതൽ ഇന്നോളം ഇനി വരുന്ന കാലത്തൊക്കെ ലോകത്ത് ജീവിക്കുന്ന ആലിമീങ്ങളും പണ്ഡിതന്മാരും എല്ലാ മുഅ്മിനീങ്ങളും. അവര് പഠിക്കുന്ന അത്രയുള്ളൂ. അപ്പൊ വിശുദ്ധ ഖുർആൻ ലോകത്ത് വിളംബരം ചെയ്യുന്ന ഇൽമ്, ഖുർആൻ ലോകത്തോട് പഠിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങൾ, അധ്യാപനങ്ങൾ, പ്രവചനങ്ങൾ, അത് വിശദീകരിച്ചു തീർക്കാനോ പറഞ്ഞു തീർക്കാനോ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ മഹത്വം, ഖുർആൻ എല്ലാറ്റിനെയും അതിജയിക്കുന്ന, ഏത് പ്രവചനങ്ങളെയും ഏത് ശാസ്ത്രതലങ്ങളെയും അതിജയിക്കുന്ന തരത്തിൽ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന വിവരങ്ങൾ, ജ്ഞാനങ്ങൾ വല്ലാത്ത അത്ഭുതം തന്നെയാണ്, മഹാത്ഭുതമാണ്. വിജ്ഞാനങ്ങൾക്ക് വേണ്ടി, സർവ വിജ്ഞാനങ്ങൾക്ക് വേണ്ടിയും ആരും മടങ്ങി വരാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആനിലേക്കാണ്. ഇന്നും ഖുർആനിന്റെ ആ പ്രഖ്യാപനമാണ് ലോകത്തെ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശാസ്ത്രം വിശുദ്ധ ഖുർആനിന്റെ ആദ്യഘട്ടത്തിൽ അവതരിച്ച വചനങ്ങളെ കുറിച്ച് ഇപ്പോഴും പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിന് ഓരോ വർഷം കൂടുമ്പോഴും സൗന്ദര്യം മാറി വരാണ്, അവസാനിക്കുന്നില്ല. എന്തെല്ലാം സാങ്കേതിക വിദ്യകൾ ലോകത്ത് വന്നാലും അല്ലാഹു തആല ആദ്യമായി നിർദ്ദേശിച്ച നിർദ്ദേശം ഓതണം, വായിക്കണം. വായന അസ്തമിക്കുന്നുണ്ടോ? ഇല്ല. അത് ഉപകരണങ്ങളിലേക്ക് മാറിയാലും വായന നടക്കുന്നുണ്ട്, വായന അസ്തമിക്കുന്നില്ല. അറബികളുടെ കാതുകളിലേക്ക് ആദ്യം മോദിക്കൊടുത്തത് ഈ 5 സൂക്തങ്ങളാണ്. അതിലാദ്യം അവർ കേൾക്കുന്നത്
ആ 5 എണ്ണത്തിൽ ആവർത്തിച്ചു കേൾക്കുന്നതും ഇഖ്റ എന്നാണ്. ഒരു തവണ അല്ലല്ലോ പറഞ്ഞത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ വറബ്ബുക്കൽ അഅലം. 2 വട്ടം പറഞ്ഞില്ലേ ഇഖ്റ. വായിക്കണം, പിന്നെയും പിന്നെയും ആവർത്തിച്ച് വായിക്കണം. വായിച്ചത് തന്നെ വീണ്ടും മനസ്സിരുത്തി വായിക്കണം, ഹൃദ്യസ്ഥമാകുന്ന രൂപത്തിൽ വായിക്കണം എന്ന് പഠിപ്പിക്കാനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല യഥാർത്ഥ പഠനവും യഥാർത്ഥ അറിവും ഒരു മനുഷ്യന് നൽകുന്നത് വായനയിലൂടെയാണ്. അതുകൊണ്ട് ആദ്യം തന്നെ അവരോട് പറയുന്നത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച റബ്ബിന്റെ നാമത്തിൽ വായിക്കുക. എല്ലാവരും ഈ ആശയം കേട്ടപ്പോൾ അന്താളിച്ചു പോയി. എന്തൊരു പുതുമയുണ്ട്! വായിക്കാനാണ് പറയുന്നത്, പഠിക്കാനാണ് പറയുന്നത്. മനുഷ്യന് വികസനം ലഭിക്കാൻ ലോകത്ത് ഇതുപോലൊരാശയം വേറെയില്ല. വായിക്കാതെ വളരാൻ കഴിയുമോ സഹോദരങ്ങളെ? വികസിക്കാൻ കഴിയുമോ? പഠിക്കാതെ മനുഷ്യന് ഉന്നമനത്തിൽ എത്തിച്ചേരാൻ കഴിയുമോ? ഏത് തൊഴിലിനെ സംബന്ധിച്ച് ആളുകൾക്ക് വശമുണ്ടാകണമെങ്കിലും പഠനം വേണം, വായന വേണം. മറ്റുള്ളവർ വായിച്ചു കൊടുക്കുന്നത് വായിക്കാനും പഠിക്കാനും കഴിയണം. റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് കൽപ്പിക്കുന്നത്, ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന്റെ നാമത്തിൽ നീ വായിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബിസ്മി ചൊല്ലി വായിക്കാൻ പറ്റുന്നത് മുഴുവനും വായിക്കണം, ആ പഠിക്കാൻ പറ്റുന്നത് മുഴുവനും പഠിക്കണം. ആ പഠനം കൊണ്ട് മാത്രമാണ് നിനക്ക് ഉന്നതനാകാൻ കഴിയുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്. രണ്ടാമതായി പറയുന്ന വചനമില്ലേ, ശാസ്ത്രലോകത്തിന്റെ സങ്കല്പത്തെ മറികടന്ന വചനമാണ്. ശാസ്ത്രലോകം പറഞ്ഞിരുന്നു മനുഷ്യനുണ്ടായിത്തീരുന്നത്, ഒരു കാലത്ത് അവർ പുലമ്പിയിരുന്നു മനുഷ്യനുണ്ടായിത്തീരുന്നത് ഗർഭപാത്രത്തിന്റെ ചുറ്റുഭാഗങ്ങളിൽ ഒരുമിച്ചുകൂടിയ ആർത്തവ രക്തത്തിൽ നിന്നാണ് മനുഷ്യന്റെ ഉൽപാദനം എന്നവർ പറഞ്ഞിരുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ ആ ചിന്താമണ്ഡലങ്ങളെ മുഴുവനും തിരുത്തി. പിന്നെ അവർ തിരുത്തേണ്ടി വന്നു, തിരുത്തി പറയേണ്ടി വന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചത് ഖലഖൽ ഇൻസാന മിൻ അലഖ്, അലഖിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അലഖ് എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ള ഒരു ജലം. അതിനാണ് മറ്റൊരു ഭാഷയിൽ നുത്ഫത്ത്, ബീജത്തുള്ളി എന്നോ ഇന്ദ്രിയത്തുള്ളി എന്നോ ഒക്കെ പറയുന്നത്. ഒട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ള ജലത്തിൽ നിന്ന്, ജലത്തിന്റെ ചെറിയൊരു കണികയിൽ നിന്നാണ് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് സംവിധാനിച്ചത്. അവര് പറഞ്ഞിരുന്നു ആർത്തവം നിലച്ചിട്ട് ഒരു 7 മാസം 8 മാസക്കാലം ഒരുമിച്ചുകൂടി നിൽക്കുന്ന ആർത്തവ രക്തത്തിൽ നിന്നാണ് മനുഷ്യൻ ഉൽപാദനപ്പെടുത്തി പുറത്തേക്ക് വരുന്നത്. കുറെ കാലം അത് പറഞ്ഞിരുന്നു. പിന്നെ അവരത് തിരുത്തി. കാരണം ആ ആർത്തവ രക്തത്തിന് അതിന് മാത്രമുള്ള ഒരു കഴിവും ശക്തിയും ഇല്ലെന്ന് പരിശോധനയിലൂടെ തെളിഞ്ഞു. അതുകൊണ്ടല്ല മനുഷ്യന്റെ ഉൽപാദനം അല്ലാഹു തആല നടത്തിയത്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. അവരൊരു ഭാഗത്തത് പറയുമ്പോ നമ്മൾ ഖുർആനിലൂടെ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട് ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യനെ സൃഷ്ടിച്ച് സംവിധാനിച്ചത് അലഖിൽ നിന്നാണ്. ഒട്ടിപ്പിടിക്കുന്ന തരം ഒരു തരം ജലത്തിന്റെ കണികയിൽ നിന്ന്, ജലത്തുള്ളികളിൽ നിന്നാണ് മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചത്. അറബികളോട് ഈ വചനം ഓതി കൊടുക്കുന്ന സമയത്ത് അവർ അന്തം വിട്ടുപോയി. അറേബ്യൻ ലോകത്തെ അറബികൾ സാഹിത്യ സാമ്രാട്ടുകളാണ്. ഒരാളെ കണ്ടാൽ വർണ്ണിച്ച് അപ്പപ്പോൾ പാട്ടുപാടും, പേരൊന്നും അറിയണ്ട, അത്ര കഴിവുള്ളവരാണ്. നമുക്കൊന്നും ആ കഴിവില്ലല്ലോ. ഒരു മനുഷ്യനെ കണ്ടാൽ, ഒരു മരം കണ്ടാൽ, ഒരു രൂപം കണ്ടാൽ, ഒരു കാറ്റ് കണ്ടാൽ ആ കാറ്റിനെയും ആ മരത്തിനെയും ആ കല്ലിനെയും ഉപമയാക്കി ചിത്രീകരിച്ച് വർണ്ണിച്ചങ്ങൾ പാട്ടുപാടിത്തരും. കേൾക്കാൻ നല്ലോണം, ആസ്വാദികർക്ക് ആസ്വാദനം നൽകുന്ന, ചിന്തിക്കുന്നവർക്ക് ഒരുപാട് പഠനങ്ങൾ നൽകുന്ന നല്ല നല്ല പദ്യങ്ങൾ അവർ അവതരിപ്പിക്കും. അതവരൊരു കഴിവാണ്. ഒരാൾ വന്നിട്ട് അരവരി ചൊല്ലിയാൽ ആ അരവരിയുടെ ആശയം തെറ്റാതെ അടുത്ത ആൾ പൂരിപ്പിക്കും.
എത്ര കഴിവേണം? ഇയാള് ചൊല്ലിന്റെ ബാക്കി തന്നെ ആണ്ടേ മറ്റാളും ചൊല്ലുന്നത്. ചെറിയ കഴിവൊന്നുമല്ലത്. ഇമ്രുൽ ഖൈസ് എന്നറിയപ്പെടുന്ന വലിയൊരു കവി ഉണ്ടായിരുന്നു അറേബ്യൻ ലോകം. വലിയ കവിയാണ്. അദ്ദേഹത്തിന്റെ കവിതകളുടെ വരികൾ ഇന്ന് നമ്മുടെ കുട്ടികൾ, അഫ്ളലുൽ ഉലമക്ക് പഠിക്കുന്ന കുട്ടികൾ അതിന്റെ ചെറിയ വരികളൊക്കെ ശകലങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അറേബ്യൻ ലോകത്ത് അറിയപ്പെട്ട സാഹിത്യ കവിയാണ് ഇമ്രുൽ ഖൈസ്. ആ ഇമ്രുൽ ഖൈസിനെ, അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി അദ്ദേഹത്തിന് പാരപണിയുന്ന ആളുകൾ, ദേഷ്യം വെക്കുന്ന ആളുകൾ, രണ്ടാളുകൾ അയാളെ കൊന്നിട്ട് ഇമ്രുൽ ഖൈസിന്റെ വീട്ടിന്റെ മുറ്റത്ത് വന്ന് ഇമ്രുൽ ഖൈസിന്റെ പെൺമക്കളെ വിളിച്ചിട്ട് ഈ ആളുകൾ പറയാണ്, അരവരി പറഞ്ഞു നിർത്തി. ഇമ്രുൽ ഖൈസിന്റെ മക്കളെ, പുത്രിമാരെ, നിങ്ങളുടെ ബാപ്പ എന്ന് പറഞ്ഞു നിർത്തിയപ്പോ ഈ വീട്ടിലുള്ള മക്കൾ പൂരിപ്പിച്ചു കൊടുത്തു ബാക്കി. ബാപ്പ, അതിന്റെ വാക്യം എന്താ? ഖതീലുൻ, കൊല്ലപ്പെട്ടിരിക്കുന്നു. കൊന്ന ആളുകളാണ് മുന്നിൽ വന്ന് പാടുന്നത്. എന്താണ് അവരുടെ ആ നിർമ്മാണത്തിന്റെ ഒരു കഴിവ്? അറബി വാസനയുടെ ഒരു കഴിവെന്താണ്? പക്ഷെ ആ അറേബ്യൻ ലോകത്തുള്ള മുഴുവൻ ബുദ്ധിരാക്ഷസന്മാരും അന്തം വിട്ടുപോയൊരു വചനമാണ് അലഖ്. ഒരു ചോദിച്ചു, എന്താണ് ഈ അലഖ്? കുറെ വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് അറബിയിൽ. എന്താണ് ഈ അലഖ്? റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യ നിർമ്മാണത്തിന് വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ആണിന്റെയും പെണ്ണിന്റെയും ശരീരത്തിന്റെ ഉൾഭാഗത്തിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്ന ചെറിയ തുള്ളിയുടെ ഒന്നോ രണ്ടോ അംശമെടുത്ത് യോജിപ്പിച്ച് അത് മറ്റൊരു സുരക്ഷിത കേന്ദ്രത്തിലേക്ക്, ഖറാറിൻ മക്കീൻ, സുരക്ഷിത കേന്ദ്രത്തിലേക്ക് നിക്ഷേപിക്കുന്ന ആ ഒരു വിഷയത്തെ പറ്റി അല്ലാഹു 3 അക്ഷരത്തിൽ ഒതുക്കി പറഞ്ഞു, അലഖ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. അവർ അന്തം വിട്ടുപോയി. എന്തെല്ലാം നമ്മൾ കേൾക്കലുണ്ട്. പക്ഷെ ആദ്യം തന്നെ അല്ലാഹു തആല പഠിപ്പിക്കുന്നത് വലിയ ഒരു ശാസ്ത്ര ലോകത്തുള്ള അഭ്യൂഹങ്ങളെ മുഴുവനും കടത്തിവെട്ടിയുള്ളൊരു യാഥാർത്ഥ്യത്തെയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ പ്രദേശത്ത്, ലോകത്ത് അറിയപ്പെട്ടുകൊണ്ടിരുന്ന ശാസ്ത്രജ്ഞർ മുഴുവനും പറഞ്ഞിരുന്നു, ഒരു കാലത്ത് മനുഷ്യനെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്നത് സ്ത്രീകൾക്ക് ഗർഭധാരണം ഉണ്ടാകുന്ന സമയത്ത് ആർത്തവരക്തം പുറപ്പെടൂല. ആ കെട്ടി നിൽക്കുന്ന ആർത്തവ തുള്ളികളിൽ നിന്നാണ് മനുഷ്യൻ ഉൽപാദകനായി വരുന്നത് എന്നവർ പറഞ്ഞത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വചനത്തിൽ നിന്നാ തിരുത്തിയത്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. അലഖിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അലഖിൽ നിന്ന് എങ്ങനെ സൃഷ്ടിച്ചു എന്നവർ ചോദിക്കുന്നുണ്ട്. ഖുർആൻ അവരോട് മറുപടി പറയുന്നുണ്ട്. സുമ്മ ഖലഖനൻ നുത്ഫത അലഖതൻ ഫഖലഖനൽ അലഖത മുദ്ഗതൻ ഫഖലഖനൽ മുദ്ഗത ഇളാമൻ ഫകസൗനൽ ഇളാമ ലഹ്മാ സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അതിശയിച്ചുപോയി. സൂറത്തുൽ മുഅ്മിനൂനയിലെ ഈ സൂക്തം കണ്ടിട്ട് അവർ ചിന്തിച്ചുപോയി. അല്ലാഹു തആല പറയുന്നു, സുമ്മ ഖലഖനൻ നുത്ഫത അലഖ. ബീജത്തുള്ളിയെ നമ്മൾ ഒരു രക്തക്കട്ടയാക്കി മാറ്റി. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുന്ന ടൈം നോക്ക് നിങ്ങൾ. അല്ലാഹു സംവിധാനിച്ച ടൈം, വികസനങ്ങൾ വന്ന ശേഷം അതൊരു രക്തപിണ്ഡമായി മാറി, രക്തക്കട്ടയായി മാറി. ഫഖലഖനൽ അലഖത മുദ്ഗതൻ. ഒരു 40 ദിവസം കഴിഞ്ഞപ്പോൾ ആ രക്തക്കട്ടയെ ഒരു മാംസകഷ്ണമാക്കി മാറ്റി. ഫഖലഖനൽ മുദ്ഗത ഇളാമാ. പിന്നെ ആ മാംസകഷ്ണം വികസിച്ചു വന്നപ്പോൾ വിവിധ ഭാഗങ്ങളിൽ എല്ലുകൾ അല്ലാഹു തആല ഘടിപ്പിച്ചു വെച്ചു. വാരിയെല്ലും തോളെല്ലും തുടങ്ങിയുള്ള എല്ലുകളൊക്കെ ഘടിപ്പിച്ചു വെച്ചു. ഫകസൗനൽ ഇളാമ ലഹ്മാ. ആ എല്ലുകളെ ഇറച്ചി കൊണ്ട് നമ്മൾ ആവരണം ചെയ്തു. ഇറച്ചി കൊണ്ടങ്ങ് പൊതിഞ്ഞു. പൊതിഞ്ഞ് രൂപപ്പെടുത്തിയപ്പോ 4 മാസമായി. സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ. പിന്നെ ഒരു വേറിട്ട രൂപം നമ്മൾ അതിന് സൃഷ്ടിച്ചു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാളോട് സമമാകുന്ന ഒരു രൂപം ലോകത്തുണ്ടോ?
ഒരാളോട് സാമ്യമാകുന്ന ഒരാളെ പോലെ എന്ന് കൃത്യമായി പറയാൻ പറ്റുന്ന മറ്റൊരാളുണ്ടോ? അല്ലാഹു തആലയുടെ സൃഷ്ടിപ്പിന്റെ വൈവിധ്യം ഇത് കേട്ട് പഠിക്കുന്ന ആളുകൾ ചിന്തിച്ചു പോവുകയാണ്. ഖുർആനിലൂടെ അല്ലാഹ് പറയാണ്, ഇങ്ങനെയൊക്കെയുള്ള പ്രക്രിയകൾ നടത്തിയ ശേഷം ഒരു വേറിട്ടുള്ള രൂപം നമ്മൾ അതിന് നൽകി. ഈ ഉപ്പക്കുണ്ടായ ആദ്യത്തെ മോന്റെ രൂപമല്ല രണ്ടാമത്തെ മോന്, അതേ ഭാവമല്ല മൂന്നാമത്തെ മോന്. 10 മക്കൾക്കും ഒരേ രൂപമാണോ? രജബാൻ. ഇത് കേൾക്കുന്ന ആള് പറയേണ്ടി വരും, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇങ്ങനെ പുതുമയിലും ഇങ്ങനെ വേറിട്ട രൂപത്തിലും സൃഷ്ടിക്കാൻ കഴിവുള്ള റബ്ബ്, ഫതബാറകല്ലാഹ്, അവൻ അനുഗ്രഹീതനായിരിക്കുന്നു, അവൻ ഏറ്റവും മഹത്വമുള്ളവനായിരിക്കുന്നു. മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ആ മനുഷ്യന്റെ ആരോഗ്യത്തിന് മനുഷ്യൻ ചെയ്യേണ്ടത് എന്താണെന്ന് ഖുർആനിലൂടെ പഠിപ്പിച്ചു. ലോകത്തുള്ള മുഴുവൻ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും മുട്ടുകുത്തുന്ന വിധത്തില്, എല്ലാ മരുന്നുകളെയും നിയന്ത്രിക്കുന്ന വിധത്തില്, എല്ലാവിധ ചികിത്സകളെയും ഒതുക്കി വെക്കുന്ന രൂപത്തില് ഖുർആൻ ഒറ്റമൂലി നിർദ്ദേശം നൽകി. ശാസ്ത്രലോകം ചിന്തിച്ചു, ഇത്ര കറക്റ്റായിട്ട് മനുഷ്യന്റെ ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതി നിലനിർത്താനുള്ള ഉപദേശം, അല്ലാത്ത ഉപദേശം. നീണ്ട ഒരു പേജ് വായിക്കാനൊന്നുമില്ല. നമ്മളെ ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി നിലനിർത്താൻ അല്ലാഹു തആല ഖുർആനിലൂടെ പഠിപ്പിക്കുന്ന ഒറ്റമൂലി. ഖുർആനിൽ എന്താ ഇല്ലാത്ത സഹോദരങ്ങളെ? എല്ലാ വിഷയങ്ങളും അല്ലാഹുവിന്റെ ഖുർആനിലുണ്ട്. പഠിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. കൃത്യമായിട്ട് നിങ്ങൾ നോക്ക്, മാസത്തിന്റെ എണ്ണ 12 അല്ലേ? 12 മാസമല്ലേ ഉള്ളൂ? 12 മാസം. ദിവസത്തിന്റെ എണ്ണ എത്ര? ഇപ്പൊ അത് കണക്കൂട്ടി നോക്കണം. ആ ദിവസത്തിന്റെ എണ്ണം എത്രയാണോ കറക്റ്റ്, ആ കറക്റ്റ് എണ്ണം സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല ഖുർആനിൽ ഇത്ര ദിവസത്തിന്റെ എണ്ണമാണുള്ളത് എന്ന് ഒരു അക്കം പറഞ്ഞതല്ല, അത്ര തവണയാണ് യൗമ് എന്ന പ്രയോഗം പ്രയോഗിച്ചത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖുർആനിലുടനീളം യൗമ് 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 എന്ന് പറഞ്ഞാൽ ദിനം എന്നല്ലേ അർത്ഥം? യൗമ് എന്നുള്ളത് ദിവസത്തിന്റെ എണ്ണത്തിന്റെ കണക്കനുസരിച്ച് മാത്രമേ ഉള്ളൂ, അപ്പുറത്തേക്കില്ല. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതാണ്. എല്ലാ ഇൽമുകളെയും അല്ലാഹു തആല ഖുർആനിലൂടെ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്, ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫി കിതാബിൻ മുബീൻ. നമ്മളെ കണ്ണിൽ കാണുന്നത്, നമ്മളെ കണ്ണിൽ കാണാത്തത്, 2 രൂപല്ലേ എല്ലാം ഖുർആനിലുണ്ട്. ആഴത്തിൽ പഠിക്കുകയാണെങ്കിൽ, ആഴത്തിലേക്ക് ഇറങ്ങി പഠിക്കുകയാണെങ്കിൽ ഇത്ര രസമുള്ള ഒരു പഠനം ലോകത്ത് വേറെ, ഇത്ര വിസ്മയങ്ങൾ ലഭിക്കുന്ന ഒരു പഠനം ലോകത്ത് വേറെ ഇല്ല. ഞാൻ ആരോഗ്യത്തിന്റെ ഒറ്റമൂലി പറയുമ്പോ നിങ്ങളൊക്കെ ഒരുമിച്ച് പറയും, ആ പറഞ്ഞ കറക്റ്റാണ്. നമ്മളല്ല, ശാസ്ത്രലോകം വരെ സമ്മതിച്ചു. ഖുർആനിന്റെ ഒറ്റമൂലിക്ക് മുന്നിൽ അവർ കീഴടങ്ങിപ്പോയി. ഒരു മനുഷ്യന്റെ ആരോഗ്യസ്ഥിതി നിലനിർത്താൻ ഒറ്റമൂലി ഖുർആൻ നിർദ്ദേശിച്ചതുപോലെ, അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിച്ചതുപോലെ ലോകത്തൊരു വൈദ്യനും പഠിപ്പിച്ചിട്ടില്ല. ഒരു വൈദ്യനും പഠിപ്പിച്ചിട്ടില്ല. ഹാറൂൻ റഷീദിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിച്ചു, നിങ്ങളെ ഖുർആനിൽ പിന്നെ തിബ്ബിനെ പറ്റി, ചികിത്സയെ പറ്റി ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോന്ന് വെച്ചു. ഹാറൂൻ റഷീദ് രാജ്യം ഭരിക്കുന്ന രാജാവായിരുന്നു. അപ്പൊ ഹാറൂൻ റഷീദ് ഒരു പണ്ഡിതനെ വിളിച്ചു. ഈ ചോദിക്കുന്ന ആള് ഒരു യഹൂദിയാണ്. ഖുർആനിൽ ചികിത്സയെ സംബന്ധിച്ച് നിർദ്ദേശിച്ച ഒറ്റമൂലി വല്ലതുണ്ടോ? എന്തിനാണ് അത്? അറിയാനാ, പഠിക്കാനാണ്. പണ്ഡിതനെ വിളിച്ചു വരുത്തിയപ്പോ പണ്ഡിതൻ പറഞ്ഞു, ഖുർആനിലുണ്ട്. ഖുർആനില്ലാത്തൊന്നുമില്ല, ഖുർആനിലുണ്ട്. എല്ലാ വിഷയങ്ങളും ഖുർആനിലുണ്ട്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആരോഗ്യത്തിനുള്ള ഒറ്റമൂലി ചികിത്സ, അതല്ലേ വേണ്ടത്? അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാ നിങ്ങൾ ഓതൂ, ഞാനൊന്ന് കേൾക്കട്ടെ. പണ്ഡിതൻ ഓതിക്കൊടുക്കുന്നു. ഹാറൂൻ റഷീദ് സശ്രദ്ധം വീക്ഷിക്കുന്നു. ലോകം മുഴുവനും ആ വരികൾക്ക് നൽകുന്ന അംഗീകാരം, എല്ലാ കാലത്തും അത് സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിച്ചാൽ കിട്ടുന്ന ആരോഗ്യം ഒരു മരുന്ന് കൊണ്ടും ലോകത്തൊരാൾക്കും നൽകാൻ കഴിയൂല.
കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ. അതങ്ങ് ഓതി കൊടുത്തപ്പോ യഹൂദി പറഞ്ഞു, എത്ര കറക്റ്റാണ് പറഞ്ഞത്. കുലു വശ്റബു രണ്ട് നമ്മൾ ഓതും, ഞാൻ നമുക്ക് വേണ്ടതാണുള്ളത്, അതിന്റെ അപ്പുറത്തേക്ക് ഓതൂല. കുലു വശ്റബു രണ്ടും ഓതും. അതെല്ലാവർക്കും ഇഫ്ളാ. നാം മൂന്നാമത്തും കൂടി ഓതണം. കുലു വശ്റബു വലാ തുസ്രിഫൂ. നിങ്ങൾ ഭക്ഷിക്കുക, കുടിക്കുക, വലാ തുസ്രിഫൂ, ഓവർ ആകരുത്, അമിതമാകരുത്. രണ്ടും ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും രണ്ടും ഓവറാകരുത്. പാകത്തിന്. ഇതല്ലേ ആരോഗ്യം? പാകത്തിന് കഴിക്കുന്നതല്ലേ ആരോഗ്യം? അതിലപ്പുറമുള്ള ഒരൊറ്റമൂലി പറഞ്ഞാട്ടെ ലോകത്താരെങ്കിലും ഇതിനെ കവച്ചു വെക്കാൻ പറ്റുന്ന ഒരു മരുന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? ഇതുവരെ ലോകത്ത് കണ്ടെത്തിയില്ല, കണ്ടെത്താൻ കഴിയൂല. എത്ര കറക്റ്റാണ് ഈ പറഞ്ഞത്. ഇനി വേണമെങ്കിൽ അതൊരു സാമ്പിൾ ആയിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് റജബും കഴിഞ്ഞ് ശഅബാനും കഴിഞ്ഞ് റമദാൻ വരുന്നുണ്ട് അല്ലേ? റമദാനിൽ 2 നേരത്തെ കൃത്യമായ ഭക്ഷണം, മെയിനായിട്ടുള്ള ഭക്ഷണം, ചെറുവകല്ലേ, കഞ്ഞൊന്നും കൂട്ടണ്ട. 2 നേരത്തുള്ള ആ കൃത്യമായ ഭക്ഷണം ലെവലിൽ കഴിക്കുന്ന ഒരാൾക്ക് മരുന്ന് കുറയൂലേ? ക്ഷീണം കുറയൂലേ? ആരോഗ്യം നല്ലോണം കിട്ടൂലേ? റമദാൻ അല്ലാത്ത കാലത്ത് ഓതിയതിനേക്കാൾ ഖുർആൻ ഓതുന്നു, സുന്നത്ത് നിസ്കരിക്കും, തറാവീഹ് എന്നത് 20 റക്അത്ത് നിസ്കരിക്കുന്നു. ശഅബാന് തറാവീഹ് ഉണ്ടോ? ഇല്ല. എത്രമാത്രമാണ് ശരീരത്തിന് ഉണർവ് കിട്ടുന്നത്. റമദാൻ കഴിയുമ്പോ ചിലരൊക്കെ പറയും, വല്ലാത്തൊരു സുഖാണ് കേട്ടോ, വർഷം മുഴുവനും റമദാൻ ആയിരുന്നെങ്കിൽ ആരോഗ്യം നിലനിർത്താൻ ഇത്രമാത്രം സംഗതി വേറൊന്നുമില്ല. 2 രീതിയിലുള്ള ഭക്ഷണം, ആ ഭക്ഷണം തന്നെ കൃത്യനേരത്തല്ലേ, മാറുന്നില്ല. നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? അതൊക്കെ ഇതിൽ പെട്ട്. വലാത്തു സിരിഫ് എന്ന് പറഞ്ഞ പെട്ട്. അമിതമാകരുത് എന്ന് പറഞ്ഞാല് ടൈം തെറ്റരുത്, ആ പറയപ്പെട്ടതാണത്. അതൊക്കെ അമിത. ടൈം തെറ്റരുത്. കഴിക്കുന്ന ഭക്ഷണം എന്നും റമദാനിൽ 4 മണിക്ക് ശേഷം, തുറക്കുന്ന നേരത്തെ എന്നും അസ്തമയത്തിന് ശേഷം, 2 ടൈമും കറക്റ്റാണ്. അപ്പൊ ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ അളവ് ഒരേ ലെവലിൽ പോകുക. എത്രയോ റമദാനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആള്. സാധാ റമദാനല്ല, ഗുളിക ഈ മാസം വേണ്ട, അടുത്ത മാസം മുതൽ. കാരണം അടുത്ത മാസം മുതൽ തർത്തീബ് തെറ്റും. കല്യാണം 4 ഉണ്ടാവുമ്പോ 4-നും പോകും, 4-ന് പോകുമ്പോ 4-ഉം കല്യാണം തന്നെയല്ലേ, വ്യത്യസ്ത വിഭവങ്ങളല്ലേ. എങ്ങനെ കഴിക്കാതെ വരാ? പള്ള മോഹിക്കുമ്പോ നമ്മളെങ്ങനെ മോഹിക്കാതിരിക്കും? കഴിക്കും. 4 കല്യാണങ്ങളിലും കൂടി ഒരു നേരത്ത് കഴിക്കുന്ന ഭക്ഷണമാണോ കഴിക്കുക? അല്ല, 4 കല്യാണങ്ങളിലും കൂടി 4 ദിവസം കഴിക്കുന്ന ഭക്ഷണം കഴിക്കുക. സുബ്ഹാനല്ലാഹ്. കാരണം ഒരു സ്ഥലത്ത് നിന്ന് ഒരു പ്ലേറ്റ്, അവിടെ മട്ടന. അടുത്ത സ്ഥലത്ത് പോയി നോക്കുമ്പോ അവിടെ ചിക്കന, അവിടുന്ന് ഒരു പ്ലേറ്റ്. 3-മത്തെ സ്ഥലത്ത് നോക്കുമ്പോ അവിടെ കാട ബിരിയാണിയാണ്, അവിടുന്ന് ഒരു പ്ലേറ്റ്. 4-മത്തെ സ്ഥലത്ത് പോയി നോക്കുമ്പോ അവിടെ പോത്താണ്, അവിടുന്ന് 4-ഉം കൂടി അങ്ങോട്ട് ചെന്നാൽ എങ്ങനെ ഉണ്ടാകും ഇതിന്റെ ഹാല്? 4 ദിവസത്തേതാണ് ഒറ്റ നേരം കൊണ്ട് റെഡിയാക്കി. അപ്പൊ പിന്നെ തീവ്രമായിട്ട് കൂടി എല്ലാം കൂടുമ്പോ പിന്നെ മനുഷ്യന് കുഴങ്ങുന്ന നേരത്ത് മരുന്നിലേക്ക് പോവുകയാണ്. റമദാൻ ഷരീഫിൽ കൃത്യമായിരുന്നു. അത്താഴം കഴിച്ചു, അത്താഴത്തിന് സമയത്ത് കുറച്ച് പത്തിരി, ഒരു 4-5 കാരക്കളൊക്കെ കഴിച്ച്, പിന്നെ ചായ കുടിച്ച്, കുറച്ച് വെള്ളവും കുടിച്ച്. വിശക്കൂലേ? 10 മണിയാകുമ്പോ എവിടെ ഇല്ലേ? ഉച്ചക്കോ? വൈകുന്നേരം നോമ്പുറക്കുന്ന സമയത്ത് അതും ലേറ്റായ ഭക്ഷണം. തറാവീഹ് കഴിഞ്ഞു. ഇത്ര മതിയോ? ഇത്ര മതിയാക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നല്ലേ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. ഇങ്ങനെ നിയന്ത്രിക്കണം എന്ന് അല്ലാഹു തആല പറയുക മാത്രല്ല, പ്രാക്ടിക്കലായി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഒരു മാസം നമുക്കത് അനുഭവമാക്കി അല്ലാഹു തആല തരികയാണ്. റബ്ബ് തആല പറഞ്ഞ ഈ ഒരു ശാസ്ത്ര രീതി, ഈ ഒരു വിഷയത്തെ കുറിച്ച്, ഈ ഒരു ആരോഗ്യസ്ഥിതിയെ കുറിച്ച് വെല്ലുന്ന തരത്തിൽ ഒരു ആരോഗ്യ സംവിധാനം എങ്ങനെ ലോകത്ത്? കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ. നിങ്ങൾ ഭക്ഷിക്കണം, കുടിക്കണം, ഓവറാകരുത്.
അതേ ആയത്തിന്റെ വിവക്ഷയിൽ മറ്റൊന്നുണ്ട്. കുലൂ നിങ്ങൾ ഭക്ഷിക്കുക, വഷ്റബൂ നിങ്ങൾ കുടിക്കുക, വലാ തുസ്രിഫൂ പറ്റാത്തതാകരുത്, പറ്റുന്നതാകണം. ഒരു വ്യാഖ്യാന കൂടി പറട്ടെ, ഒരു വ്യാഖ്യാനാണ്. പറ്റാത്തതൊന്നും കഴിക്കരുത്, പറ്റാത്തതൊന്നും കുടിക്കരുത്. അപ്പൊ ലഹരി പറ്റൂല, അതുപോലെ തന്നെ നിഷിദ്ധമായ മാംസങ്ങൾ പറ്റൂല, നിഷിദ്ധമായ പാനീയങ്ങൾ പറ്റൂല, നിഷിദ്ധമായ രീതിയിലുള്ള വേവിച്ചതോ അറുത്തതോ ഒന്നും പറ്റൂല. കുലൂ വഷ്റബൂ വലാ തുസ്രിഫൂ, നിങ്ങൾ ഭക്ഷിച്ചോളൂ, നിങ്ങൾ കുടിച്ചോളൂ. വലാ തുസ്രിഫൂ, ഹറാം നിങ്ങൾ ഭക്ഷിക്കരുത്. അതേ ആയത്തിന് തന്നെ വലാ തഅകുലൂ ഹറാമൻ, ഹറാം നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് തഫ്സീറുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, ഹലാലിൽ നിന്ന് മാത്രമാകണം. 3 വിവക്ഷകളാണ് ഞാനിവിടെ പറഞ്ഞ. തഫ്സീറുകൾ വേറെയുമുണ്ട്. ആദ്യം പറഞ്ഞത് പാകത്തിനാകണം, കുടിക്കുന്നതും പാകത്തിന്, കഴിക്കുന്നതും പാകത്തിന്. ചിലരെന്ത് ചെയ്യും, 3 പത്തിരി കഴിക്കും, ഒരു 1/2 ലിറ്റർ വെള്ളം കുടിക്കും, അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളം കുടി. 3 പത്തിരിക്ക് 1 ലിറ്റർ വെള്ളം വേണ്ട. 3 പത്തിരിക്ക് ജ്യൂസ് ഗ്ലാസിന്റെ അളവിന് 1 ഗ്ലാസ് വെള്ളം മതി. പാകത്തിനാണ്. പാകത്തിന് വെള്ളം പാകത്തിനായാലേ വിഷയം വരും. രണ്ടും പാകത്തിനാണ്. ചിലര് പറയും വെള്ളം ഇത്രയും കുടിക്കണം. ഇല്ല, അല്ലാഹു തആല പറഞ്ഞല്ലേ, ഇനി അപ്പോഴും ഒരു നിയമം ഉണ്ടാക്കണം. വലാ തുസ്രിഫൂ, ഓവറാക്കരുത്, പാകത്തിന്. അതുകൊണ്ട് പാകം നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് റമദാൻ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. നോമ്പ് തുറക്കുന്നതിന് മുമ്പ് നമ്മളൊക്കെ മനസ്സിൽ വരും, അതും കഴിക്കണം, ഇതും കഴിക്കണം, മറ്റേതും കഴിക്കണം. ഭയങ്കര വിശപ്പുണ്ടെന്ന് ചെറിയൊരു പണി ഉണ്ടായിരുന്നു ഉച്ചക്ക്. അത് ചെറിയൊരു പണി, അതുണ്ടോ നല്ലൊരു അധ്വാനിച്ചിട്ടും ക്ഷീണിച്ചിട്ടുണ്ട്, ഏർപ്പൊക്കെ കഴിക്കുന്നത് ക്ഷീണം കൂടുതലാണ്, തറാവീനുണ്ട്, അതും കഴിക്കണം. എല്ലാം മേശപ്പുറത്ത് കണ്ടു. കുടിക്കാനുള്ള ഒരു വെള്ളം നോമ്പ് തുറക്കുന്ന സമയത്ത് കാരക്കന്റെ കൂടെ തന്നു, പിന്നെ ഒരു ഗ്ലാസ് ജ്യൂസും തന്നു, പിന്നെ ഒരു തരിക്കഞ്ഞി, കഞ്ഞിയില്ല ഇവിടെ, കഞ്ഞിയും തന്നു. ഇനി ഒരു വെള്ളവും വേണ്ട, പത്തിരി തിന്നാൻ കഴിയൂല. നമ്മളെ ശരീരം നമ്മളോട് പറഞ്ഞു, ഇനി നീ വെള്ളം കുടിക്കരുത്. 3 പത്തിരി പോലും തിന്നാൻ കഴിയില്ല, പിന്നല്ലേ പൊറാട്ട. 3 പത്തിരി പോലും തിന്നാൻ കഴിയൂല. അതുകൊണ്ട് വെള്ളം ഇവിടെ നിർത്തണം, നിർത്തി. അപ്പൊ നമ്മളോട് ഒരാൾ വന്നിട്ട് ചോദിക്കണം, ചായ എടുക്കല്ലേ? ചായ ഇപ്പൊ വേണ്ട, ചായ ഇപ്പൊ വേണ്ട, ചായ ഇനി ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് കുടിച്ചോളാം. കാരണം ഇപ്പൊ ചായം കൂടി കുടിച്ചാൽ 3 പത്തിരികളിൽ 1 പത്തിരിയായി മാറും. നമ്മളെ ശരീരത്തെ അല്ലാഹു തആല ഈ നോമ്പിലൂടെ ഇങ്ങോട്ട് പരിമിതപ്പെടുത്തിയിട്ട് ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് അല്ലാഹു തആല ഒതുക്കാണ്. നോമ്പ് കഴിഞ്ഞ് തുറന്നു വന്നിട്ട് ഇന്നെവിടെ നോമ്പ്, നമ്മളെ മറ്റേ ഹാജർ എവിടെ, എന്നിട്ടൊക്കെ എന്തെല്ലാണ്ട് അവിടെ. പക്ഷെ കഴിക്കാൻ കഴിയണ്ടേ, എന്തെല്ലാണ്ട്. കുഴിമന്തി ആയിട്ട് അങ്ങനെ ഒന്ന്, സാധാരണ ബിരിയാണി വേറെ, ആടിന്റെ ഒരു ഭാഗം പൊരിച്ചിങ്ങനെ റെഡിയാക്കി കൊണ്ടുവന്ന് അങ്ങനെ ഒന്നും തൊടാൻ പറ്റിയില്ല. 3 ഗ്ലാസ് വെള്ളം കൊണ്ട് പോയപ്പോഴേക്ക് നമ്മുടെ ശരീരം നമ്മളോട് പറഞ്ഞു, ഈ ശരീരത്തെ സൃഷ്ടിച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശം ശരീരം പറഞ്ഞു, 3 പത്തിരിയെങ്കിലും കഴിച്ചോളൂ, ഇത്രേ കഴിയുള്ളൂ. പൊറാട്ടുണ്ട്, നൂൽപുട്ടുണ്ട്, ഇവിടൊക്കെ വേറെ പേരായിരിക്കട്ടെ, നിങ്ങൾ ബാക്കി വിഷയം അറിയാത്തോട് ചോദിച്ചോളൂ. വെള്ളപ്പുണ്ട്, പല അപ്പുണ്ട്, ഇടിയപ്പുണ്ട്, മറ്റേ അപ്പുണ്ട്, പൊരിച്ചതുണ്ട്, കുറച്ചതൊക്കെ ഉണ്ട്. പക്ഷെ കഴിക്കാൻ കഴിയണ്ടേ? പിന്നല്ലേ ബിരിയാണി നമുക്ക് കൈവെക്കണത്? കഴിഞ്ഞില്ല. മന്തിയൊക്കെ ഒരു ഭാഗത്ത് അങ്ങനെ നിന്ന് സലാം പറയുന്നു, പക്ഷെ തൊടാൻ കഴിയണ്ടേ? ഒന്നിനും കഴിയുന്നില്ല. അപ്പൊ നമ്മളെ ശരീരത്തിന് അല്ലാഹു തആല എവിടെ ഒതുക്കി? കുലൂ വഷ്റബൂ വലാ തുസ്രിഫൂ. ഞാൻ പറഞ്ഞില്ല, അത് രണ്ടും നമ്മൾ ഓതും. ഞാൻ പല സ്ഥലത്തുന്ന ആൾക്കാരുടെ കുലു എന്ന് പറയുമ്പോൾ ആൾക്കാർ വഷ്റബൂ എന്ന് ഓതും, ബാക്കി ആരും ഉണ്ടെന്നില്ല. ഇസ്ലാം ബാക്കിയിലാണ് ആരോഗ്യശാസ്ത്രത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം പഠിപ്പിക്കുന്നത്. കുലൂ വഷ്റബൂ വലാ തുസ്രിഫൂ, പാകത്തിന്, അതും നിഷിദ്ധമല്ലാത്തത്, ഹറാമല്ലാത്തത് കഴിച്ചു. ഹറാമായ രീതിയിൽ കഴിച്ചു, അയാളെ ശരീരത്തിലേക്ക് അസുഖം വരും. ഏതാണ് ഹറാമായത്? പന്നിമാംസം കഴിച്ചു, നായയുടെ മാംസം കഴിച്ചു, അതേപോലെ തന്നെ ശവത്തിന്റെ മാംസം കഴിച്ചു, നിഷിദ്ധമായ രൂപത്തിലുള്ള പാനീയങ്ങൾ കുടിച്ചു, രോഗങ്ങൾ വരുന്നു. ഹോസ്പിറ്റലിൽ പോയപ്പോ പറഞ്ഞു, എന്താ കാര്യം? ഒക്കെ പോയിട്ടുണ്ടല്ലോ, ഇയാൾക്ക് എന്തേലും കാര്യമായിട്ട് പ്രശ്നമുണ്ടോ? ഇയാൾക്ക് പ്രശ്നമൊന്നുമില്ല. പ്രശ്നമില്ലാതെ പോകൂലല്ലോ. അപ്പൊ ഡോക്ടർ അതിൽ നിന്ന് പതുക്കെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് പരിശോധനക്ക് വിട്ടു. പരിശോധന പിറ്റത്താഴ്ച റിസൾട്ട് വന്നപ്പോ പറഞ്ഞു,
ഇയാള് മറ്റേന്റെ അടിമയാണ്, മദ്യപാനത്തിന്റെ അടിമയാണ്. പോയി ഒക്കെ പോയി. ഇനി എന്താ പണി? ഇനി എന്തെങ്കിലുമൊക്കെ രക്തത്തിന് എന്തെങ്കിലുമൊക്കെ താങ്ങും തണലും കൊടുക്കണ്ടേ? ഇനി ഡയാലിസിസ് ചെയ്യാം. പിന്നെന്താ മാർഗം? പിന്നെ വേറെ മാർഗങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇങ്ങനെ പോകും, മരുന്ന് കുടിച്ചിട്ട് ഡൗൺ ആവും. എന്താ പോയത്? 2 കിഡ്നിയും പോയി, വൃക്കയും പോയി. ഒന്നിനു പകരം താങ്ങാൻ അല്ലാഹു തആല അപ്പുറത്തൊന്ന് 2ഉം പോയി. എന്ത് ചെയ്യും? അയാളെ ഉള്ളില് ദഹിപ്പിക്കുന്ന തരത്തിൽ അല്ലാഹു തആല വെച്ച ഒരു സഞ്ചിയുണ്ട്. ആ സഞ്ചി മുഴുവനും ഓട്ടയായി പോയി, ദഹനം കിട്ടുന്നില്ല. അപ്പോഴാണ് ഭക്ഷിച്ച കുടിച്ച ആള് ചിന്തിക്കുന്നത്, അല്ലാഹ് പറഞ്ഞിരുന്നു വലാ തുസ്രിഫു, പറ്റാത്തത് കഴിക്കരുത്, പറ്റാത്തത് കുടിക്കരുത്. പറ്റാത്തത് കഴിക്കുകയോ കുടിക്കുകയോ ചെയ്താൽ ആരോഗ്യം നിയന്ത്രിക്കാൻ പറ്റൂല, ആഫിയത്ത് ലഭിക്കൂല. പ്രായാധിക്യം കൊണ്ട് ശരീരത്തിന്റെ അവശത കൊണ്ട് വരുന്ന രോഗങ്ങളുണ്ട്, അത് ഇതിൽപ്പെട്ടതല്ല. അതൊരു പക്ഷേ പ്രായാധിക്യത്തിലും ചിന്തിക്കാത്ത പല വിഷയങ്ങളുണ്ടാകും. നമ്മളെ ആളുകൾക്ക് രാവിലെ ആയാൽ വൈകുന്നേരമായാലൊക്കെ ഇഷ്ടം പോലെ പലരും കഴിക്കുന്ന, ഇതൊരു ഹോട്ടൽ നടത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്നോട് വെറുപ്പൊന്നും വിചാരിക്കരുത്, ശബ്ദം കേൾക്കുന്നവരിലും ഓൺലൈൻ ആളുടെ മനെ ഒരു വെറുപ്പൊന്നും വിചാരിക്കൂല. ഇഷ്ടം പോലെ നമ്മളെ ആളുകൾ വെട്ടി വീഴുന്ന ഒരു സാധനമാണെന്ത്? ലിവർ അല്ലേ? കഴിവിന്റെ പരമാവധി കഴിക്കാതിരിക്കേണ്ട ഒരു സാധനമാണ് ലിവർ. ഹോട്ടലിൽ ചെന്നിട്ട് എന്താ ഉള്ളത്? ലിവറും പൊറാട്ടയും. ഒന്നോട്ടെ, എന്താണ് അതിന്റെ സ്മെല്ല്? ശരീരത്തിന്റെ ഭാഗത്തുള്ള കേടായ രക്തങ്ങളും മറ്റുമൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു തരം ഒരു കവറിംഗ് ആണ് അത്. അവിടെയാണ് അത് പോയി ഒരുമിച്ച് കൂടുന്നത്. നമ്മളെ ശരീരത്തിലും അല്ലാഹു അങ്ങനെ സംവിധാനിച്ചിട്ടുണ്ട്. ഈ ശരീരത്തിന്റെ ഉള്ളിൽ ഇതിങ്ങനെ പൊളിച്ചിട്ട് ഇതിന്റെ ഉള്ളിലുള്ള ഘടന കണ്ടാലേ അപ്പോഴേ അറിയാം മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചതുപോലെ ലോകത്തൊരു സൃഷ്ടിയും അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യനല്ലേ ഏറ്റവും നല്ല ഘടന കൊടുത്തത്, ഏറ്റവും നല്ല സൗന്ദര്യാർക്കാ ലോകത്ത് മനുഷ്യനാണ്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യനെ പോലെ സൗന്ദര്യം ഒരു ജീവിക്കും അല്ലാഹു തന്നിട്ടില്ല. ദഹിക്കാത്ത ഒന്നും നമ്മളെ ഉള്ളിലേക്ക് കയറൂല. നമ്മൾ കഴിക്കുന്നതില് ഒന്ന് ചവച്ചപ്പോ എന്തോ ഒന്ന് പ്രസ് ചെയ്യാത്ത ഒന്ന്, ശരിക്ക് അരഞ്ഞു പോകാത്ത ഒന്ന് പല്ലിൽ കുടുങ്ങി, നാവിൽ കുടുങ്ങി, കൈകൊണ്ട് നമ്മൾ എടുത്തു. നോക്കുമ്പോ ഒരു ഉള്ളിത്തോലാണ്, അത് ബാക്കിയിട്ടു. ഒരു തക്കാളിയുടെ തൊലിയാണ്, അത് പുറത്തിട്ടു. ഒരു വെളുത്തുള്ളിയുടെ വെള്ള ഉള്ളിയുടെ ഒരു തോലാണ്, ദഹിക്കൂല, അത് പുറത്തേക്കിട്ടു. ദഹിക്കുന്നത് മാത്രം അകത്തേക്ക് നമ്മൾ വിടുന്നു. ആലയിൽ കെട്ടിയിരിക്കുന്ന പശു ഒരു കൊട്ടയിലാക്കി ഇതിന് പുല്ല് കൊണ്ടുപോയി കൊടുക്കുമ്പോ അതിൽ മുള്ളുണ്ട്. അതിന്റെ നാവിന് മുറിവേൽക്കുന്ന ഇലകളുണ്ട്. ഉള്ളിൽ പെട്ടെന്ന് ദഹിക്കാത്ത തരം ചില ഇലകളും പുല്ലുകളുമുണ്ട്. മാറ്റി നിർത്തുന്നുണ്ടോ? മുഴുവനും അത് കടിച്ചു ഉള്ളിലേക്ക് പോകുന്നു. മനുഷ്യൻ അല്ലാഹു തആല തന്ന ആകാര സൗഷ്ഠവം, അല്ലാഹു തആല മനുഷ്യന് തന്ന ആകാര ഭംഗി, അവന്റെ കൈ കൊണ്ട് ദഹിക്കാത്തത് മുഴുവനും എടുത്തു മാറ്റിയിട്ട് ദഹിക്കുന്നത് മാത്രം ഉള്ളിലേക്ക് അവൻ കയറ്റിവിടുന്നു. ഇറച്ചി ഇങ്ങനെ ചവച്ചു നോക്കുമ്പോ പല്ലിൽ പിടിക്കുന്നില്ല, ആ ഇറച്ചി പുറത്തേക്ക് വെക്കുന്നു. എല്ല് കടിച്ചു നോക്കുന്ന സമയത്ത് ആ എല്ല് കാര്യമായിട്ട് പല്ലിലേക്ക് അമർന്ന് പിടിക്കുന്നില്ല, ചതയുന്നില്ല, പുറത്തേക്ക് മാറ്റുന്നു. ശരിയായ നിലക്ക് ചവച്ച് അരക്കാൻ പറ്റിയിട്ട് ഉള്ളിൽ ദഹനപ്രിയക്രിയകൾ നടത്തുന്ന ഭക്ഷ്യ വസ്തുക്കൾ മാത്രം ഉള്ളിലേക്ക് മനുഷ്യൻ കയറ്റിവിടുന്നു. ഇതേ മനുഷ്യൻ ഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കാൻ വേണ്ടി പോയി കിടക്കുമ്പോ നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ കിടക്കുന്നത് ഇസ്ലാം നിർദ്ദേശിച്ച രൂപത്തില് വലത്തെ ഭാഗത്തേക്കാണല്ലോ കിടത്തേണ്ടത്. ഖിബില ഭാഗത്തേക്ക് വലത്തെ ഭാഗം തിരിച്ചിട്ട്, ഖിബില ഭാഗത്തേക്ക് വലത്തെ ഭാഗം തിരിച്ചിട്ട്. ഒന്നുകൂടി മനസ്സിലായില്ലെങ്കിൽ ഖബറിൽ വെക്കും പോലെയാണ് കിടക്കേണ്ടത്. ഖബറിൽ വെക്കൽ അങ്ങനെയല്ലേ, പക്ഷേ ഖബറിൽ വെക്കുന്നതിൽ ചെറിയൊരു മാറ്റമുണ്ട്. കിടക്കുമ്പോ വലത്തെ കൈ വലത്തെ കവളിന്റെ ചുവട്ടിലാണ് വെക്കേണ്ടത്. സ്റ്റാർട്ടിങ്ങില്
ചില ആൾക്കാർ രണ്ട് കൈയും ഒരു മഹത്തായ സ്ഥലത്ത് വേറെ സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. അങ്ങനല്ല, വലത്തെ കൈ കവളിന്റെ തായ് ഭാഗത്ത്, ഇടത്തെ കൈ പിന്നെ ഒരു ഭാഗത്തുണ്ടാവും. രണ്ട് കൈയും കൂടി കൊണ്ടുവയ്ക്കല്ല ഒരു ഭാഗത്ത്. അങ്ങനല്ല, ഇങ്ങനെ വലത്തെ കൈ ഇങ്ങനെ കവളിന്റെ ഭാഗത്ത് വെച്ച് ഇങ്ങനെയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിയത്. ഇങ്ങനെ കിടക്കുന്ന ഈ മനുഷ്യൻ അരമണിക്കൂർ കഴിയുമ്പോ മലർന്നുപോയി. ഉറക്കം ഉണർന്നോ? ഇല്ല. കുറച്ചു കഴിഞ്ഞപ്പോ ഇടത്തെ ഭാഗത്തേക്ക് ചെരിഞ്ഞുപോയി. ഉറക്കത്തിന് യാതൊരു തകരാറുമില്ല. പറ്റാഞ്ഞിട്ടും ചില ആളുകൾ ഉറക്കിന്റെ സുഖം കൊണ്ട് കമീന്ന് പോയി. കമീന്ന് നടത്താൻ പറ്റുമോ? അല്ല, അത് കുട്ടികൾ ഇങ്ങനെ കിടക്കും. കുട്ടികൾ ഇങ്ങനെ പ്രാക്ടീസ് ആകാൻ വേണ്ടിട്ട് ആദ്യം ഒന്ന് ചെരിഞ്ഞ്, പിന്നൊന്ന് കമീന്ന്, പിന്നൊന്ന് എണീറ്റിരുന്ന്, പിന്നൊന്ന് പിടിച്ച്. കുട്ടികളുണ്ടാവും. ചില ആൾക്കാർ പറയും ആണുങ്ങൾക്ക് കമീന്ന് നടക്കാൻ പറ്റില്ല, പെണ്ണുങ്ങൾക്ക് പറ്റും. രണ്ടുകൂട്ടർക്കും പറ്റൂല. ആരോഗ്യസ്ഥിതി മനസ്സിലാക്കി നോക്കുമ്പോ ആ കിടത്തം രണ്ടാളുകൾക്കും ബുദ്ധിമുട്ടാണ്. പിന്നെ ഉറക്കിന്റെ ത്രില്ലില് പിന്നെ അവിടെ നമ്മൾ വളർന്നെടുത്തൊരു കാര്യമില്ല, അങ്ങനെ കിടക്കും. അങ്ങനെയാണല്ലോ, ഉറക്ക് പല രൂപത്തിലല്ലേ. അപ്പൊ ചില ആൾക്കാർക്ക് അതിന്റെ സുഖത്തിന് അല്പം കമീന്ന് കിടക്കും. കമീന്ന് കിടക്കൽ അത്ര നല്ലതല്ല. എന്നാൽ ഈ കമീന്ന് കിടന്നാൽ ഉറക്കം മുറിയുന്നുണ്ടോ? അപ്പൊ രാവിലെ എണീറ്റിട്ട് നമ്മളെ ഉറക്കിന്റെ ഈ ഗതി ഇങ്ങനെ കണ്ടിട്ട് ഒരാൾ പറഞ്ഞു, ഈ നമ്മളെ നാട്ടിലൊക്കെ ചിലപ്പോഴൊക്കെ ആളുകളുണ്ട് സർക്കസിൽ ഇങ്ങനെ മാറിക്കളിക്കല്. ഇന്നലെ നിന്റെ അടുത്ത് ഇങ്ങനെ ഉറങ്ങാതെ കുറച്ചു നേരം ഇങ്ങനെ വായിച്ചിരുന്നപ്പോ നിന്നെ സർക്കസിന് കൊണ്ടുപോകാൻ പറ്റുന്ന മനസ്സിലായി. എന്താ, ഞാൻ സർക്കസ് കളിച്ചോ? നീ സർക്കസോ? 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ശരിക്ക് കടന്ന് നീ 5 മിനിറ്റ് കഴിഞ്ഞപ്പോ അങ്ങോട്ട് പറഞ്ഞു, പിന്നെ ഇങ്ങോട്ട് പറഞ്ഞു, പിന്നെ നീ ഇരുന്ന് ഉറങ്ങും. ചില ആൾക്കാർ സുജൂദിൽ ആ രൂപത്തിൽ ഉറങ്ങുന്നുണ്ടോ? ചില ആൾക്കാർ എണീറ്റ് ഇരുന്ന് ഉറങ്ങുന്നുണ്ടോ? ഇരുന്ന് ഉറങ്ങനെ സുബ്ഹാനല്ലാഹ്, ഉറക്കിന്. അപ്പൊ അവര് നമ്മളോട് പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലേ? തെളിവ് ഇന്നലെ നിന്റെ ഉറക്കിൽ കാട്ടിയ എല്ലാവിധ കൃത്യങ്ങളും ഞാൻ പകർത്തിയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യുന്നത് കാണാനൊരു സുഖല്ല. അപ്പൊ മണിക്കൂർ നേരം ആ ശരീരത്തെ ഓട്ടോമാറ്റിക്കൽ സിസ്റ്റത്തില് അല്ലാഹു തആല മാറ്റി മറിച്ചെങ്കിൽ ആലയിൽ കിടക്കുന്ന പശു ഒന്ന് മലർന്ന് കിടക്കട്ടെ എന്ന് ചിന്തിക്കുമ്പോഴേക്ക് അതിന്റെ മുതുക് തടസ്സമാണ്. ഞാനൊന്നും മലർന്ന് കിടക്കട്ടെ, മുതുകല്ല് പറയുന്നു ദയവ് ചെയ്ത് അരുത്. ആട് ചിന്തിക്കുന്നു ഞാനൊന്ന് മലർന്ന് കിടക്കട്ടെ, കഴിയുന്നുണ്ടോ? ഒന്നെങ്കിൽ വലത്തോട്ട് കിടക്കണം, ഒന്ന് എഴുന്നേറ്റ് ഇടത്തോട്ട് കിടക്കണം. ഇത് കിടക്കുന്നിടത്തുനിന്ന് സുഗമമായി സുന്ദരമായി തിരിയാനും അറിയാനുമുള്ള ശരീരത്തിന്റെ സൗന്ദര്യം അല്ലാഹു കൊടുത്തത് മനുഷ്യന് മാത്രമാണ്. എത്രമാത്രം വലിയ സൗന്ദര്യമാണ്! നിങ്ങൾ കണ്ടില്ലേ സഹോദരങ്ങളെ, ലോകത്തെ എല്ലാ വസ്തുക്കളിലും അല്ലാഹു തആല ഇണകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. എല്ലാ വസ്തുക്കൾക്കും അല്ലാഹു ഇണകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ മുഖാമുഖമായി ഇണചേരാൻ കഴിയുന്ന സൃഷ്ടിയാണ് മനുഷ്യൻ. പാമ്പും ഇണചേരുമ്പോ മുഖാമുഖമായി ഇണചേരാൻ കഴിയുന്നില്ല. കോഴിക്ക് കഴിയുന്നില്ല, മൃഗങ്ങൾക്ക് കഴിയുന്നില്ല, മറ്റു ജീവജാലങ്ങൾക്ക് കഴിയുന്നില്ല. മനുഷ്യൻ എങ്ങനെയല്ല, തന്റെ ഇണയോടുകൂടെ മനുഷ്യൻ സല്ലപിക്കുമ്പോ മുഖാമുഖമായി ആശയവിനിമയം നടത്താനും ആ സൗന്ദര്യത്തിലല്ലേ അല്ലാഹു മനുഷ്യന്റെ ശരീരത്തെ തിട്ടി സംവിധാനിച്ചത്. എത്രമാത്രം വലിയ ബഹുമാനമാണ്! അതിലപ്പുറം ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല സുന്ദരമായ ഘടനയും സൗന്ദര്യമുള്ള ശരീരവും മനുഷ്യന് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി. ഇതുപോലെ സൗന്ദര്യമുള്ള ഒരു ശരീരം ലോകത്തൊരു സൃഷ്ടിക്കും അല്ലാഹു നൽകിയിട്ടില്ല. മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വ്യതിരിക്തമായി സവിശേഷ ബുദ്ധി അല്ലാഹു മനുഷ്യന് സംവിധാനിച്ചു. മറ്റു ജീവികൾക്ക് ചില വാസനകളുണ്ട്, ചില ഇന്ദ്രിയങ്ങൾ മറ്റു ജീവികൾക്കും ഉണ്ട്. പക്ഷേ മനുഷ്യന്റെ ബുദ്ധി പോലത്തെ സവിശേഷമായ ബുദ്ധി ഒരൊറ്റ ജീവിക്കും അല്ലാഹു നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് മനുഷ്യനോട് നീ ഒരു പൊട്ടനാകരുത്, നീ ഒരു വിഡ്ഢിയാകരുത്, നീ അശ്രദ്ധനാകരുത്. നിനക്ക് ബുദ്ധി നമ്മൾ തന്നിട്ടുണ്ട്, അത് നിനക്ക് തന്നൊരു ബഹുമാനമാണ്. കോഴിക്കുള്ളത് ബുദ്ധിയല്ല, അതിന്റെ വൈകാരികമായ ചില അവസ്ഥകൾക്ക് അല്ലാഹു നൽകിയ സൗകര്യമാണ്.
ബുദ്ധിയല്ല അള്ളാഹു അതിന് നൽകിയത്, വിവേകമല്ല അള്ളാഹു തആല അതിന് നൽകിയത്. മനുഷ്യന് വിവേകമായ നിലക്കുള്ള ബുദ്ധി അള്ളാഹു നൽകിയിട്ടുണ്ട്. ആ ബുദ്ധി കൊണ്ട് അള്ളാഹു തആല മനുഷ്യനെ ഉയർത്തിയിട്ടുണ്ട്, വളർത്തിയിട്ടുണ്ട്. ഒന്നുകൂടി പറഞ്ഞാൽ മനുഷ്യനോടുള്ള ആദരവ് കൊണ്ട്, ബഹുമാനം കൊണ്ട് മനുഷ്യരിൽ നിന്ന് മാത്രമേ അമ്പിയാക്കൾ ലോകത്ത് വന്നിട്ടുള്ളൂ. ജിന്നുകളിൽ നിന്ന് അമ്പിയാക്കൾ വന്നിട്ടില്ല, മലക്കുകളിൽ നിന്ന് അമ്പിയാക്കൾ വന്നിട്ടില്ല. അമ്പിയാഇനെ അല്ലാഹു സൃഷ്ടിച്ചു വിട്ടത് മനുഷ്യരിൽ നിന്ന് മാത്രമാണ്. അത് മനുഷ്യൻ അല്ലാഹു തആല നൽകിയ ലോകത്തെ വലിയൊരു ബഹുമാനമാണ്. ഈ ബഹുമാനമുള്ള മനുഷ്യന്റെ ആരോഗ്യസ്ഥിതി നിലനിർത്താൻ റബ്ബ് സുബ്ഹാനഹു വ തആല ഒറ്റമൂലി നിർദ്ദേശിച്ചു. ആ മനുഷ്യനോട് അല്ലാഹു തആല പഠിച്ചു വളരാനാണ് പറയുന്നത്. ഇഖ്റ വറബ്ബുകൽ അക്റം, നീ വീണ്ടും വായിക്കണം, നിന്റെ റബ്ബ് അൽ അക്റമു, ബഹുമാനം നൽകുന്നവനാണ്, ഔദാര്യം ചെയ്യുന്നവനാണ്. നല്ലോണം വായനാശേഷിയുള്ള, വായിക്കാൻ കൗതുകമുള്ള, ബുദ്ധിയുള്ള ആളുകൾക്ക് അല്ലാഹു ബഹുമാനം നൽകുന്നു. പഠിക്കാൻ വാസനയുള്ള ആളുകൾക്ക് അല്ലാഹു ബഹുമാനം നൽകുന്നു. അല്ലെ, പഠിക്കാൻ വാസനയുള്ള, വായിക്കാൻ വാസനയുള്ള ആൾക്കാർ. ഒരു ചെറിയ കണ്ണ് കാണാത്ത, ശരീരത്തിന് വൈകല്യമുള്ള ഒരു കുട്ടിയുടെ വാർത്ത നിങ്ങൾ അടുത്ത് കേട്ടില്ലേ? ദുബൈയിൽ താമസിക്കുന്ന തമിഴ്നാട്ടിലെ കുടുംബത്തിലെ ചെറിയ കുട്ടി, ഖുർആൻ ഓതുന്ന ഒരു കുട്ടി, വൈകല്യങ്ങളുള്ള കുട്ടിയാണ്. ആ കുട്ടിക്ക് അല്ലാഹു തആല നൽകിയ കഴിവെന്തുകൊണ്ടാണ്? റമദാൻ മാസത്തിൽ പള്ളിയിൽ നിന്ന് ഉസ്താദ് തറാവീഹിന് ഇങ്ങനെ നല്ല ഈണത്തില് ഖുർആന് ഖത്മു തീർക്കുന്ന ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ ഓതുമ്പോ ഈ കുട്ടി വീട്ടിന്റെ അടുത്തുനിന്ന് ശ്രദ്ധിച്ച് അതേ മോഡലിൽ ഓതാണ്, വായിക്കാൻ. അപ്പൊ വാപ്പക്കും ഉമ്മക്കും മനസ്സിലായി ഈ കുട്ടിക്ക് ഖുർആനിനോട് നല്ല വാസന ഉണ്ട്. അപ്പൊ അവര് യൂട്യൂബിലൂടെ, മൊബൈലിലൂടെ ഖുർആൻ കേൾപ്പിച്ചപ്പോ കുട്ടി ശരിക്കതാ ഓതുന്നു. ആ ഓത്ത് കേട്ടാ നമ്മൾ അമ്പരന്ന് പോകും. ആ കുട്ടിക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, കുടുംബത്തിന് അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ. എന്തൊരു മുതലാണ് അല്ലാഹു അവർക്ക് കൊടുത്ത്. സംസാരശേഷി സാധാരണ പോലെ സംസാരിക്കാൻ കഴിയൂല, കണ്ണിന്റെ കാഴ്ച നേർക്കുനേരെ ഇല്ല, ശരീരത്തിന്റെ ഭാഗങ്ങളിലൊക്കെ വൈകല്യങ്ങളുണ്ട്, കൈയും കാലും നേരത്തെ ചലിച്ച് നടക്കാൻ കഴിയൂല. പക്ഷെ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ബഹുമാനം, ഇഖ്റ വറബ്ബുകൽ അക്റം, നീ വായിക്കണം, ഓതണം, റബ്ബ് നിനക്ക് ബഹുമാനം തരും, നിനക്ക് ആദരവ് തരും. ആദരവ് തരാനുള്ള പ്രധാനപ്പെട്ട കാരണം വായിക്കന്നെ ബഹുമാനം തന്നെ. ബഹുമാനം കൊണ്ടല്ലേ ആദരവൊക്കെ കിട്ടുന്നത്. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു മക്കയിൽ പഠനം നടത്തിയിട്ട് പിന്നെ മദീനത്തേക്ക് പോയി. ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ഓതാൻ വേണ്ടി പോയി. പ്രാരാബ്ധത്തിൽ ജീവിച്ച മഹാനാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. അത്ര പ്രാരാബ്ധമൊന്നും നമ്മൾ ആരും കണ്ടിട്ടേ ഇല്ല. നമ്മളെ ബാപ്പപ്പാപ്പമാരൊന്നും ആ ഒരു പ്രാരാബ്ധം കണ്ടിട്ടില്ല. ഒന്ന് എഴുതാൻ പേപ്പറും പേനയും കയ്യിൽ കിട്ടാത്ത തരത്തിലുള്ള ഒരു വിഷമം ആലോചിച്ചു നോക്കി. പഠിക്കാൻ ഉപകരണങ്ങളൊന്നുമില്ല, പേനയും പേപ്പറും കൂടി വാങ്ങാനുള്ള അവസ്ഥ അല്ല. പക്ഷെ പഠിക്കാനുള്ള മോഹം, വായിക്കാനുള്ള മോഹം കൊണ്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അല്ലാഹു ഇൽമിന്റെ ബഹുമാനം നൽകി. ഉമ്മമാരെ കുട്ടികളുടെ വാസന അനുസരിച്ച് അവരെ പഠനത്തിൽ വല്ലാതെ മികവോടെ വളർത്തിക്കൊണ്ടുവരണം. എഴുതുന്ന ചിത്രങ്ങൾക്ക് നല്ല ഭാവങ്ങൾ കൊടുക്കണം. വരക്കുന്ന വരകളും അക്ഷരങ്ങളെയും നല്ല സൗന്ദര്യത്തോടെ, ആകർഷണീയതോടെ കണ്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. അവര് ആ എന്ന് എഴുതുമ്പോ ഇങ്ങനെയല്ല എഴുതുക എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ എഴുതിയാൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാകും, നീ എഴുതിയത് തെറ്റാണ് എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ എഴുതിയാൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാകും എന്ന് പറയണം. ഞാൻ എന്ത് എഴുതിയാലും എന്റെ വാപ്പിയും തെറ്റെന്നേ പറയുള്ളൂ, അതുകൊണ്ട് ഞാൻ എഴുതണില്ല. ഒരു കുട്ടി അങ്ങനെ തീരുമാനിച്ചാൽ നമ്മൾ കുടുങ്ങിയില്ലേ? പിന്നെ നമ്മൾ ഏത് ഡോക്ടറെ കൊണ്ടുപോവുക? കുസൃതിയുള്ള കുട്ടി തീരുമാനിച്ചു ഞാൻ എഴുതണില്ല. എന്താ നീ എഴുതാത്തത്? ഞാൻ ഇന്നലെ എഴുതിയത് നിങ്ങൾ പറഞ്ഞ തെറ്റാണ്, മിനിയാന്ന് എഴുതിയതും പറഞ്ഞ തെറ്റാണ്, കഴിഞ്ഞ ആഴ്ച ഇതും തെറ്റാണ്, ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് എഴുതിയിട്ട് ശരിയെന്ന് പറഞ്ഞു. ഒരു ശരി ആ കുട്ടിക്ക് കൊടുക്കണ്ടേ? അപ്പൊ ആ കുട്ടി വളരും. ഇന്ന് ഞാൻ എഴുതിയത് ശരിയാന്ന് ഉപ്പ പറഞ്ഞു, ഞാൻ ഒന്നുകൂടി എഴുതാം. കുട്ടിക്ക് പ്രചോദനം. മോനെ ഭക്ഷണം കഴിച്ചാൽ കുറച്ചുകൂടി എഴുതാണ്ട്. ആ കുട്ടീന്റെ മനസ്സിൽ വായിക്കാനുള്ള മോഹം പിന്നെയും പിന്നെയും വളർന്നു വരാണ്. അങ്ങനെ ആ വരുന്ന കുട്ടി പിന്നെ ഈ തെറ്റുകളൊക്കെ മാറ്റിയിട്ട് നല്ല എഴുത്ത് എഴുതാൻ തുടങ്ങി, വളരാനും ഉയരാനും തുടങ്ങി. ഒരു ഉപകരണങ്ങളും ഇല്ലാതെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പഠിക്കാൻ പോകുമ്പോ എഴുതാൻ ഉപയോഗിക്കുന്നത് പച്ചിലയാണ്.
എഴുതാൻ ഉപയോഗിക്കുന്ന പച്ചിലക്ക് നിറം പകരാൻ കൊണ്ടുപോകുന്നത് എല്ലിൻ കഷ്ണങ്ങളാണ്, മരക്കഷ്ണങ്ങളാണ്, തോലിൻ കഷ്ണങ്ങളാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ 2 കൊട്ടയേറ്റിട്ടാ പോകുന്നത്. മുന്തിരിയല്ല, ഈത്തപ്പഴമല്ല, ഇൽമു എഴുതി വെച്ച ശേഖരങ്ങളാണ്. മരക്കഷ്ണങ്ങളിലും എല്ലിൻ കഷ്ണങ്ങളിലും എഴുതി വെച്ചതാണ്. സുബ്ഹാനല്ലാഹ്, ഇൽമിനോടുള്ള അടങ്ങാത്ത മോഹം കൊണ്ട് ആ മഹാനുഭാവൻ അല്ലാഹു തആല കൊടുത്ത ആദരവ് ചെറുതല്ല. അതുകൊണ്ടല്ലേ മദീനയിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിലെത്തിയപ്പോ അസ്റിന്റെ സമയമായിട്ടുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു സദസ്സിൽ അവിടെ പങ്കെടുത്തപ്പോ മുതഅല്ലിമീങ്ങൾ ചുറ്റും ഇരുന്നിട്ട് ഹദീസ് കേൾക്കുകയാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വലിയ ബഹുമാനത്തോടെ ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഹദീസ് പറയുമ്പോ സദസ്സിന്റെ പിറകിൽ ഇരിക്കുന്ന ലക്ഷണമൊത്ത ഒരു കുട്ടി ഇടക്കിടക്ക് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നോക്കുന്നുണ്ട്. വിരല് നാവിലേക്ക് വെച്ച് ഉമിനീര് കൊണ്ട് കയ്യിൽ ഇങ്ങനെ എന്തോ വരച്ചു കൂട്ടുന്നത് കാണുന്നുണ്ട്. ഓരോ ഹദീസും പറയുമ്പോ ഇടക്കിടക്ക് കുട്ടിയിലേക്ക് നോക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ കുട്ടി കളിക്കുകയാണോ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു. ഹദീസിന്റെ ക്ലാസ് കഴിഞ്ഞ് ശിഷ്യന്മാർ അവിടെ നിന്ന് മാറിയപ്പോ നേരെ ചെന്നിരുന്ന് സലാം പറഞ്ഞു. സലാം മടക്കിയപ്പോ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു ഷാഫി ഇമാം തങ്ങളോട്, അമക്കിയുൻ അന്താ, മക്കയിൽ താമസിച്ചു വരുന്ന ആളാണോ? അതെ. ഹറമിയുൻ അന്താ, മക്കയിൽ തന്നെ ഹറമിൽ താമസിച്ചു വരുന്ന ആളാണോ? അതെ. മക്കയിൽ ഹറമിൽ പെട്ട സ്ഥലവും അല്ലാത്ത സ്ഥലവും ഉണ്ട്. മക്കക്കാരനാണോ എന്ന് ആദ്യം ചോദിച്ചത്. അതെ. ഹറം നിവാസിയാണോ? അതെ. ഖുറശിയുൻ അന്താ, ഖുറൈശ് തറവാട്ടിൽ ജനിച്ച ആളാണോ? അതെ. എന്നിട്ട് വിശേഷങ്ങളൊക്കെ കാണുമ്പോഴേക്ക് ചോദിക്കുകയാണ്. ചോദിച്ച് വിവരങ്ങൾ ഇങ്ങോട്ട് അതെ അതെ എന്ന് പറയുമ്പോ, മോനെ എല്ലാ ഗുണങ്ങളും ഒത്തിട്ടുണ്ടല്ലോ. ഞാൻ ഇവിടെ ഹദീസ് ഓതിക്കൊടുക്കുമ്പോ പിറകിൽ നിന്നിട്ട് ഉമിനീര് കൊണ്ട് കളിക്കുന്നത് കണ്ടല്ലോ. വികാര നിർഭരരായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്താദേ, മുന്നിരിക്കുന്ന ശിഷ്യന്മാർക്ക് പേനയുണ്ട്, അവർക്ക് പേപ്പറുണ്ട്. ഇത്രയും കാലം ഈ കൈകൊണ്ടൊരു പേന ഞാൻ പിടിച്ചിട്ടില്ല, ഒരു പേപ്പർ എനിക്ക് കിട്ടിയിട്ടില്ല. എന്റെ വലത്തെ കൈയിന്റെ ചൂണ്ടുവിരല് അത് ഞാനൊരു പേനയാക്കി വെച്ചു, ഉമിനീര് മഷിയാക്കി വെച്ചു, ഇടത്തെ കൈ എഴുതാനുള്ളൊരു പലകയാക്കി വെച്ചു. എന്നിട്ട് ഈ കയ്യിൽ ഞാൻ ഇങ്ങനെ എഴുതുകയായിരുന്നു. എവിടെ കൈ ഞാനൊന്ന് നോക്കട്ടെ എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇതിൽ എഴുതിയതൊന്നും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു തമാശക്ക്. ഞാൻ അവിടെ എഴുതുമ്പോ എന്റെ ഖൽബിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, വായിക്കണം. ആ വായനയിലൂടെ വീണ്ടും വീണ്ടും അല്ലാഹു ആദരവ് തരും, അല്ലാഹു ബഹുമാനം തരും. ഷാഫി ഇമാം തങ്ങളോട് ഉസ്താദ് പറയുന്നു, മാലിക് ഇമാം തങ്ങള്, ഞാൻ ഇവിടെ ഓതിയ ഹദീസുകളൊക്കെ നിങ്ങൾ കേട്ടോ? കയ്യിലെഴുതി എന്നല്ലേ പറഞ്ഞ്, കയ്യിലെഴുതിയപ്പോ മനസ്സിലെഴുതി എന്നല്ലേ പറഞ്ഞത്? എഴുതിയിട്ടുണ്ട് ഉസ്താദേ. എന്നാലൊന്ന് ചൊല്ലൂ, ഞാൻ കേൾക്കട്ടെ. അന്നവിടെ ഓതിക്കൊടുത്ത 25 ഹദീസ് ഒന്നും വിടാതെ, സനദ് വിടാതെ, മത്തിന് ഒഴിവാക്കാതെ മുഴുവനും ചൊല്ലിക്കൊടുത്തു. പഠിക്കാനുള്ള വായിക്കാനുള്ള അഭിനിവേശം കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ ആദരവാണ്, ബഹുമാനമാണ്. ഈ 25 ഹദീസും കേട്ടപ്പോ ഉസ്താദിന് വലിയ സന്തോഷമായി. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് സൽക്കരിക്കാൻ വേണ്ടി. ചോദിക്കുന്നു, മോനെ എന്തെല്ലാം പഠിച്ചിട്ടുണ്ട് കുട്ടി? ഖുർആൻ മുഴുവനും ഹിഫ്ളാക്കിയിട്ടുണ്ട്. പിന്നെയോ മുവത്ത എന്ന് പറയുന്ന ഹദീസിന്റെ ഒരു കിതാബ് മനപ്പാഠമാക്കിയിട്ടുണ്ട്. കിതാബ് മോന്റെ കയ്യിലുണ്ടോ? ഇല്ല. ഞാനൊരു സ്ഥലത്ത് ലൈബ്രറിയിൽ മുവത്ത എന്ന കിതാബിന്റെ പകർത്തി എഴുതിയ കോപ്പി ഞാൻ
കണ്ടപ്പോൾ അവിടുന്ന് എടുത്ത് ഞാൻ അങ്ങ് വായിച്ചു. വായിക്കാനുള്ള എന്റെ മോഹം വർദ്ധിച്ചപ്പോ മുഴുവനും ഞാൻ അങ്ങ് കാണാതെ പഠിച്ചു. ഇത് പറയുന്നത് മുവത്ത എഴുതിയ ഇമാം മാലിക് തങ്ങളോടാണ്. ശിഷ്യനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മുവത്ത മുഴുവനും കാണാതെ പഠിച്ചു എന്ന് കേട്ടപ്പോ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് സന്തോഷം എത്രയാണ്. പിന്നെ മുവത്ത ഓതാൻ വരുന്നവരോട് മുഴുവനും പറയുന്നത്, ആ ഖുറൈശി കുട്ടിയില്ലേ, ആ ഖുറൈശി കുട്ടി മുവത്ത ഓതിത്തരും, അവിടുന്ന് ഓതിക്കോളൂ, അവിടുന്ന് വായിച്ചോളൂ, എന്റെ വക്കൽ നിന്ന് ഓതിക്കോളണമെന്നില്ല. ശിഷ്യന്മാർക്കിടയിൽ ദർസ് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വരുന്ന ആളുകളോട് മുവത്ത ഓതാൻ വേണ്ടി ഇമാം ഷാഫി തങ്ങളിലേക്ക് വിടുമ്പോ അള്ളാഹു കൊടുത്ത ആദരവും ബഹുമാനവും ഖിറാഅത്തിന്റെ പേരിലാണ്, വായനയുടെ പേരിലാണ്. ലോകത്ത് ഇന്നും ഒരു മനുഷ്യന് ഉയരണോ, വളരണോ, ബഹുമാനം വേണോ, ഇഖ്റ വറബ്ബുകൽ അക്രം, ഖുർആൻ ഓതിക്കോളൂ, ഖുർആൻ പഠിച്ചോളൂ, അള്ളാഹു വലിയ ബഹുമാനം നൽകും. ഖുർആനിന്റെ വിവക്ഷകൾ പഠിച്ചോളൂ. ഖുർആനിന്റെ വിശദീകരണങ്ങളാണ് സഹോദരങ്ങളെ സയൻസ് എന്ന് പറയുന്ന ലോകം. ഖുർആനിന്റെ വിശദീകരണങ്ങളാണ്, ഖുർആനിന്റെ വിവക്ഷകളാണ് ബാക്കി എല്ലാ ഇൽമുകളും. ലോകത്ത് പഠിക്കുന്ന എല്ലാ തരം ഇൽമുകളും ഖുർആനിന്റെ വിശദീകരണങ്ങളാണ്. അള്ളാഹു ഖുർആനിലൂടെ പഠിപ്പിച്ച എന്തെല്ലാം വിഷയങ്ങളുണ്ട്. ജോലി അള്ളാഹു തആല ഖുർആനിലൂടെ പഠിപ്പിച്ചു, അല്ലേ? ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ജോലി, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ജിന്നുകളുടെ ജോലി, അതൊക്കെ ഇപ്പൊ തൊഴിലായിട്ട് എടുക്കുന്ന ആൾക്കാർ തൊഴിലായിട്ട് എടുക്കുന്നത്. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ജോലി എന്തായിരുന്നു? നല്ല 1 നമ്പർ ആശാരിപ്പണിയായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, ആ ദാവൂദ് നബി അലൈഹിസ്സലാമിന് പണിക്ക് അല്ലാഹു എളുപ്പം കൊടുത്തതുപോലെ നല്ല വിദ്യ നിങ്ങൾ പഠിക്കണം. വഅലന്നാ ലഹുൽ ഹദീദ്, ഇരുമ്പിനെ നമ്മൾ മഹാനവറുകൾക്ക് മയപ്പെടുത്തി കൊടുത്തു. ദാവൂദ് നബി അലൈഹി സ്വലാം ഇരുമ്പ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ പൊട്ടുന്നത്. നമ്മളിങ്ങനെ പിടിച്ച് പൊട്ടിച്ചാൽ നമ്മളെ കൈ പൊട്ടിപ്പോവും. നമുക്ക് ഉപകരണം വേണം. അപ്പൊ ആ ഉപകരണം ഉണ്ടാക്കാനുള്ള ബുദ്ധി വേണം. അല്ലാഹു തആല ഓർമ്മപ്പെടുത്താണ്, ഈ പണികളൊക്കെ എടുക്കുന്നത്. സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ജിന്നുകളെ ഉപയോഗിച്ചിട്ട് എന്തെല്ലാം പണിയെടുത്തത്? യഅമലൂന ലഹു മാ യശാഉ മിൻ മഹാരീബ വ തമാതീല വ ജിഫാനിൻ കൽ ജവാബി വ ഖുദൂരിർ റാസിയാത്. ആ ജിന്നുകൾ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് നിർമ്മിച്ചു കൊടുക്കുന്നു. തമാസീല, കാണാൻ പറ്റുന്ന നല്ല ചുറുക്കുള്ള ചൊങ്കുള്ള രൂപങ്ങള്, മരത്തിന്റെ നല്ല നിർമ്മാണ രൂപങ്ങൾ, വീടുകളുടെ നല്ല രൂപങ്ങൾ. ഇതല്ലേ എഞ്ചിനീയറിംഗ് അല്ലേ? പിന്നെന്താ എഞ്ചിനീയറിംഗ്? ഈ രൂപങ്ങൾ വരച്ച് കൃത്യാക്കാന്നല്ലേ? ഇത്ര പാസേജ്, ഇത്ര 10:10, ഇത്ര 12:10 തമാസീലുണ്ടല്ലേ? ഈ രൂപങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി ജിന്നുകൾ കൊണ്ടുപോയി സുലൈമാൻ നബി അലൈഹി സ്വലാം അങ്ങനെ കൗതുകത്തോട് നോക്കി. എന്തൊരു ചൊറുക്ക്! വീടുകളുടെ രൂപകൽപ്പന, കെട്ടിടങ്ങളുടെ രൂപകൽപ്പനകൾ, അതുപോലെ തന്നെ ആ കെട്ടികൾക്ക് മുമ്പുള്ള പൂന്തോട്ടങ്ങൾ, മുറ്റങ്ങൾ, അതിലേക്കുള്ള വഴികൾ ഒക്കെ അവർ നിർമ്മിച്ചുകൊണ്ടേ കൊടുക്കാണ്. നല്ല കാണാൻ നല്ല ചൊങ്കു ചോർക്കുള്ള രൂപങ്ങൾ. ഒരു കുട്ടി, ആ കുട്ടി കരകൗശല വിദ്യ പഠിച്ചു ഉയർന്നാൽ ആ കുട്ടി മാർക്ക് നേടൂലേ? പഠിക്കണം, എഴുത്ത് പഠിക്കണം. ആ എഴുത്ത് തന്നെ വിവിധ രൂപത്തിൽ എഴുതാൻ പറ്റും. അറബിക്ക് ഒരു ഖത്ത് മാത്രമാണോ? അല്ല. ഒരു ശൈലി മാത്രമാണോ അറബിക്കുള്ളത്? അല്ല, വ്യത്യസ്ത ശൈലികളിൽ എഴുതാം. ഉയർന്ന ശൈലിയിൽ എഴുതി കാലിഗ്രാഫ് നേടുന്ന കുട്ടി ഉയർന്ന സ്റ്റാൻഡിങ്ങിലെത്തും. വലിയ വലിയ മിഹ്റാബുകൾ. സുലൈമാൻ നബി അലൈഹി സ്വലാമിന് വരുമ്പോ ഇരിക്കാനും ജനങ്ങൾക്ക് വിധി പറയാനും പറ്റുന്ന വിശാലമായ സൗകര്യമുള്ള സ്ഥലങ്ങൾ. നല്ല നല്ല ടാങ്കുകൾ, വലിയ വലിയ പാത്രങ്ങൾ നിർമ്മിച്ചു കൊടുക്കും. വലിയ വലിയ വെള്ള ടാങ്കുകൾ. പൊട്ടാത്ത തരം ചട്ടികൾ. പഠിക്കണ്ടേ? ഇതൊക്കെ വിശുദ്ധ ഖുർആൻ ലോകത്ത് ജനങ്ങൾക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലാഹു തആല പഠിപ്പിക്കാൻ. ഖുർആൻ എല്ലാം പഠിപ്പിക്കാൻ, എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുന്നു. ഖുർആനിന് മുന്നിൽ ശാസ്ത്രം നമിച്ചു പോവുകയാണ്. ഒരു കാലത്ത് ശാസ്ത്രം പറഞ്ഞിരുന്നത് നിങ്ങൾക്കൊക്കെ അറിയും. എന്താ പറഞ്ഞിരുന്നത്? ഈ ഭൂമിക്കൊരു അവസാനമില്ല, ഈ
ഈ ഭൂമിക്കൊരു നിലനിൽപ്പ് ഇങ്ങനെ നിലനിന്ന് കൊണ്ടുപോകും. സൂര്യനോ സൂര്യൻ ഇങ്ങനെ കത്തിജ്വലിച്ചു കൊണ്ടുപോകും. ഇന്ന് ശാസ്ത്രം പറയുന്നുണ്ട് ഓരോ വർഷവും സൂര്യന് താപനില കൂടി വരികയാണ്. അത് സൂര്യന്റെ അവസാനത്തിലേക്കുള്ള ലക്ഷണമാണ്. നമ്മൾ ഇവിടെ ഓതുന്നുണ്ട്, മറക്കരുത്, ഇദ ശംസു കുവ്വിറത് വഇദൻ നുജൂമു കദറത് വഇദൽ ജിബാലു സുയ്യിറത് വഇദൽ ഇശാറു ഉഖ്തിലത് വഇദൽ ലുഹൂഷു ഹുശിറത് വഇദൽ ബിഹാറു സുജ്ജിറത് വഇദൻ നുഫൂസു സുബ്ബിജത്. നമ്മൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഓതുകയാണ്, ഇദ ശംസു കുവ്വിറത്, സൂര്യഗോളം ചുരുട്ടപ്പെട്ട സന്ദർഭം വന്നാൽ ഒന്നാമത്തെ ഊത്തിന് മുമ്പ് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ലോകാവസാനത്തിന്റെ ഭാഗമായി ഒരു ഊത്തോതും. ആദ്യത്തെ ഊത്ത് വല്ലാത്തൊരു പ്രകമ്പനം ലോകത്ത് കൊള്ളുന്ന രൂപമാണത്. ഇന്ന സൽസലത്തസ്സാഅത്തി ശൈഉൻ അദീം. ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് ലോകത്ത് നടക്കുന്ന ഒരു മഹാഭൂചലനമുണ്ട്. അതിപ്പോൾ നമ്മൾ സമീപത്ത് തുർക്കിയിലും മറ്റും കേട്ടതുപോലെയല്ല, അതിഭീകരമാണ്. ഭയാനകമായ സംഭവമാണ്. അന്നത്തെ ഭൂചലനം കാണുന്ന സമയത്ത് മുലയൂട്ടുന്ന സ്ത്രീകള്, മുല കുടിക്കുന്ന കുട്ടികൾക്ക് മുലയൂട്ടാൻ മറന്നുപോകും. അതിനു മാത്രം അവര് പരിഭ്രാന്തരായി പോകും. ജനങ്ങൾ മുഴുവനും ലഹരി ബാധിച്ചവരെ പോലെ കാണും. ആരും നേർക്ക് നേരെ നടക്കുന്നില്ല. വലത്തോട്ടും ഇടത്തോട്ടും തെറ്റിയിട്ടും ചാഞ്ഞിട്ടൊക്കെ നടക്കുന്നു. കള്ള് കുടിച്ച് മസ്തായിട്ടാണോ? യഥാർത്ഥത്തിൽ അവര് ലഹരി ഉപയോഗിച്ചിട്ടില്ല, മസ്താന്മാരല്ല. ലോകത്തിന് വരാനിരിക്കുന്ന ഭൂചലനമാണ്. ഇപ്പൊ നടന്ന ഭൂചലനമല്ല, അതിഭീകരമായ ഭൂചലനം ഇനി ലോകത്ത് വരാനുണ്ട്. അതിസങ്കീർണമായ ചലനം ലോകത്ത് വരാനുണ്ട്. അന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർ മുഴുവനും പരിഭ്രമിച്ചു പോകും. അന്നെല്ലാ മനുഷ്യന്മാരും കുടുങ്ങിപ്പോകും. ഈ ആയത്തിറങ്ങിയ സന്ദർഭം സ്വഹാബത്ത് വല്ലാതെ പേടിച്ചുപോയി. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിന്റെ പരിണാമത്തിന്റെ അവസ്ഥ പറഞ്ഞപ്പോ ഒന്നാമത്തെ ഊത്ത് ലോകത്ത് നടക്കുന്നതിന്റെ മുമ്പ് 6 സംഭവങ്ങൾ ഇവിടെ അരങ്ങേറാനുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇദ ശംസു കുവ്വിറത്, സൂര്യഗോളം ചുരുട്ടപ്പെട്ടാൽ കത്തിക്കൊണ്ടിരിക്കുന്ന സൂര്യന്റെ താപനില വർഷാവർഷം കൂടിക്കൂടി വരുന്നു. വർഷാവർഷം കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് അതിനൊരു അവസാനം ഉണ്ട് എന്നാണ് ഇപ്പൊ ശാസ്ത്രലോകം പറയുന്നത്. നേരത്തെ പറഞ്ഞിരുന്നത് ഈ സൂര്യൻ അങ്ങനെ സദാസമയത്തും ചലിച്ചുകൊണ്ടേയിരിക്കും. സൂര്യനെ ഭൂമിയെ സൂര്യനും അങ്ങനെ വലയം ചെയ്ത് ഇതിന്റെ പ്രവർത്തനങ്ങൾ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഇല്ല, ചലിക്കുന്നതിനൊക്കെ അവസാനമുണ്ട് അല്ലേ? ചലിക്കുന്ന എല്ലാറ്റിനും അവസാനമുണ്ട്. നമ്മൾ ഖുർആനിൽ ആവർത്തിച്ചു ഓതില്ലേ? ഖുർആൻ നമ്മളെ പഠിപ്പിക്കല്ലേ? അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ. സൂര്യനും ചന്ദ്രനും കണക്കനുസരിച്ചേ ചലിക്കൂ. കണക്ക് കഴിഞ്ഞു പോയാൽ അതിന്റെ ചലനം നിലച്ചു പോകും. അതിന്റെ ഉദയവും അസ്തമയവും മാറിപ്പോകും. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ. സൂര്യൻ സഞ്ചരിക്കുന്നു, ചലിക്കുന്നു. സൂര്യൻ ചലിക്കുന്നില്ല എന്നൊരു കാലത്ത് പറഞ്ഞിരുന്നു. ഭൂമി മാത്രമാണ് വലയം വെക്കുന്നത്. സൂര്യൻ അതിനനുസരിച്ച് നിന്നു കൊടുക്കുകയാണ്. മാറ്റി പറഞ്ഞു വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ. സൂര്യൻ അതിന്റെ അച്ചുതണ്ടിലൂടെ അതിന്റെ കേന്ദ്രീകൃത സ്ഥലത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. എവിടെയാണ് അതിന്റെ മുസ്തഖർ? അതിന്റെ കേന്ദ്രം എവിടെയാണ്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മുസ്തഖറുഹാ തഹ്തൽ അർശ്. അതിന്റെ കേന്ദ്രം അർശിന്റെ ചുവട്ടിലാണ്. ആ മുസ്തഖറിലേക്ക് സൂര്യൻ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വർഷത്തിൽ സൂര്യന് 2 രൂപത്തിലുള്ള ചലനമുണ്ട്. ഒരേ രൂപത്തിലുള്ള ചലനമല്ല. എന്നും കറങ്ങുന്ന റൂട്ട് ഒരേ റൂട്ടാണോ? അല്ല. അല്ലാഹു തആല വ്യത്യസ്ത റൂട്ടുകൾ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ബോധ്യപ്പെടുന്നില്ലേ? നിങ്ങളെ വീട്ടിൽ പോയി നോക്കൂ. 6 മാസക്കാലം ഒരു ജനവാതിലിന്റെ ഭാഗത്തിലൂടെ വെയിലങ്ങനെ അല്ലെ? അടുത്ത 6 മാസം വെയിൽ അങ്ങോട്ട് വരുന്നില്ല. എന്താ വരാത്ത?
അവിടെ മരം കുഴിച്ചിട്ടാ? അല്ല. എന്തോ പന്തല് കെട്ടിട്ടാ? അല്ല. ഇതിന്റെ റൂട്ട് മാറിയിട്ടുണ്ട്. റൂട്ട് മാറിയിട്ടുണ്ട്. ഇത് ചലിച്ചോണ്ടിരിക്കുകയാണ്. ഈ ചലിക്കുന്നതിന് അവസാനമുണ്ട്. ഇപ്പൊ പറയുന്നു അവസാനമുണ്ട്. വിശുദ്ധ ഖുർആൻ ലോകത്തോട് വിളിച്ചുണർത്തുന്നു. ഇദ ശംസു കുവ്വിറത്. ഇബ്നു കസീർ പറയുന്നുണ്ട് ആയത്തുകൾ വിശദീകരിച്ചിട്ട് സൂറത്തു തക്വീറിന്റെ ആ ചിത്രം ഇങ്ങനെ പഠിക്കുമ്പോ ശരിക്ക് ഖിയാമത്ത് നാൾ ഒരാൾക്ക് മനസ്സിലാക്കണമെങ്കിൽ സൂറത്തു തക്വീർ ഓതി പഠിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. ഞാനത് വിശദമായി വിശദീകരിക്കുന്നില്ല, നല്ലോണം പഠിക്കേണ്ട ഒരു വിഷയമാണ് അത്. ഇദ ശംസു കുവ്വിറത്. എങ്ങനെയാണ് സൂര്യഗോളം ചുരുട്ടപ്പെടുക? ഈ കാണുന്ന സൂര്യഗോളം എങ്ങനെ ചുരുട്ടപ്പെടും? ഹാഫിദ് ഇബ്നു കസീർ പറയുന്നു, ആളുകൾ അങ്ങാടിയിൽ രാവിലെ കടകളൊക്കെ തുറന്ന് പീടികളൊക്കെ സജീവമായി കടകളിൽ നിന്ന് വസ്തുക്കൾ വാങ്ങാൻ വേണ്ടി ആളുകളൊക്കെ വന്ന് സജീവമായി നിൽക്കുന്ന സമയം പെട്ടെന്ന് സൂര്യഗോളം അങ്ങോട്ട് കെട്ടുപോയി. ലോകത്തെ അവസ്ഥ എന്തായിരിക്കും? പരിഭ്രമിക്കൂലേ? പേടിക്കൂലേ? അങ്ങനെ പേടിച്ച് വിഷമിച്ചുകൊണ്ട് എല്ലാവരും വീട്ടിലേക്ക് ഓടുകയാണ്. കാരണം വീടാണല്ലോ ഒരു അഭയകേന്ദ്രം. വീട്ടിലേക്ക് ഓടുന്ന ഉറപ്പല്ലേ? വീട്ടിലേക്ക് അങ്ങനെ ഓടിപ്പോകുന്ന സമയത്ത് ഓടുന്ന ആളുകൾ പേടിച്ച് വീണ്ടും അങ്ങാടിയിലേക്ക് തന്നെ വരുന്നു. ആളെ കാണാതെ പിന്നെയും വീട്ടിലേക്ക് ഓടുന്നു. കാരണം നക്ഷത്രങ്ങൾ അതും സഞ്ചാരമുള്ളതാണ്, അതിനും അവസാനമുണ്ട്. അതിന്റെ പ്രകാശ കിരണങ്ങൾ അസ്തമിച്ച ശേഷം ഭൂമിയിലേക്ക് ആപതിക്കുന്നു. ഭൂമിയിലേക്ക് വീണിട്ട് ഭൂമിയിൽ വലിയ ഗർത്തങ്ങൾ ഉണ്ടാവുകയാണ്. സുബ്ഹാനല്ലാഹ്, മീറ്റർ കണക്കിന് ആഴത്തിൽ ഗർത്തങ്ങൾ വരുന്നു. നക്ഷത്രങ്ങൾ താഴോട്ട് വീണുപോയാൽ എത്ര നക്ഷത്രത്തിന്റെ വലുപ്പം? അത് ഉസ്താദെ കുട്ടികൾ വരക്കുന്ന ആ സ്റ്റാർ അത്രയേ ഉള്ളൂ. അങ്ങനെ എന്നാ പിന്നെ അതേപോലെ വിമാനം വരച്ച വിമാനം എത്രയെന്ന് പറയണ്ടേ? വിമാനം അത്രയേ ഉള്ളൂ. നമ്മളെ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാവുന്ന കിലോമീറ്റർ കുറച്ച് അപ്പുറത്തേക്ക് ഉയർന്നപ്പോഴേക്ക് വിമാനം ചെറുതായി അല്ലേ? നമ്മളെ നഗ്നനേത്രങ്ങളെ കൊണ്ട് എത്രയോ കോടികൾ കിലോമീറ്റർ അപ്പുറത്തേക്ക് വരക്കണം നക്ഷത്രങ്ങൾ ഉദിക്കുന്ന കേന്ദ്രത്തിലേക്ക്. അപ്പൊ നമുക്കതൊരു പുള്ളിയായിട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ സത്യത്തിൽ നക്ഷത്രത്തിന്റെ വലുപ്പം ഈ ദുനിയാവിനേക്കാളും വലിയ വലുപ്പമുണ്ട് എന്നാണ്. ഒരു നക്ഷത്രം വീണ് കഴിഞ്ഞാൽ തന്നെ ഉണ്ടാകുന്ന ഗർത്തം എത്ര വലുതാണ്! അത് ഇന്ത്യ അണുബോംബ് പൊക്രാനിൽ പൊട്ടിച്ച പോലെ ആവൂലത്. അതിലപ്പുറം ഗർത്തങ്ങൾ ഉണ്ടാകും. പ്രകാശകിരണങ്ങളൊക്കെ അസ്തമിച്ചിട്ടാണ് താഴോട്ട് വീഴുന്നത്. അപ്പൊ അങ്ങാടി വിട്ട് പുറേ പോകുന്ന ആള് അയാളെ മുന്നിൽ നക്ഷത്രം വീണാൽ അയാളൊക്കെ അങ്ങോട്ട് പോകുമോ? തിരിച്ചയാൾ അങ്ങാടിയിലേക്ക് വരികയാണ്, ആരും കാണുന്നില്ല. പിന്നെയും വീട്ടിലേക്ക് പോവുകയാണ്. വൈദൽ ജിബാലു സുയ്യിറത്. പർവ്വതങ്ങൾ മുഴുവനും സഞ്ചരിക്കപ്പെട്ടാൽ പർവ്വതങ്ങൾ പല ഭാഗത്തും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുലുങ്ങാണ്. ഇയാൾ പോകുമ്പോ അയാൾക്ക് തന്നെ തോന്നുകയാണ്, ഞാൻ കുലുങ്ങാണോ പർവ്വതം കുലുങ്ങാണോ? മലകൾ ഇങ്ങനെ കുലുങ്ങുന്നു. കുന്നുകളൊക്കെ കുന്നുകൾ കുലുങ്ങിയിട്ട് താഴോട്ട് വീഴുന്നു. താഴ്ഭാഗങ്ങൾ മുകൾ ഭാഗങ്ങൾ വീണിട്ട് താഴ്ഭാഗങ്ങൾ നിരപ്പാകുന്നു. ഓരോ ഭാഗത്തും അതാ ഒരേ രൂപത്തിൽ ഒരേ ആകൃതിയിലുള്ള ഭൂമി വന്നു വരുന്നു. ഉയർന്ന സ്ഥലങ്ങളൊന്നും കാണുന്നില്ല, താഴോട്ട് വീണിട്ടുണ്ട്. നിരപ്പായിട്ട് മാത്രമാണ് കാണുന്നത്. ഒരു ഭാഗത്ത് അങ്ങ് നോക്കിയാൽ സ്ട്രൈറ്റ് ആയ സ്ഥലം കാണുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ പലതും നമുക്ക് കാണുന്നില്ല. പർവ്വതങ്ങളുടെ മറവാണ്. അന്ന് നോക്കുന്ന സമയത്ത് പർവ്വതങ്ങളുടെ തടസ്സങ്ങളില്ലാതെ വളരെ ദൂര ദിക്കിലേക്ക് നോക്കുകയാണ്. പത്തും തികഞ്ഞു നിൽക്കുന്ന ഒട്ടകത്തെ പരിപാലിക്കാൻ ആളില്ലാതെ വന്നാൽ, പത്തും തികഞ്ഞു നിൽക്കുന്ന ഒട്ടകത്തിനെ പത്തും തികഞ്ഞാ നോക്കാൻ ആളുണ്ടാകും. കാരണം കുട്ടികൾ ലഭിക്കും, പാല് ലഭിക്കും. ഒട്ടകത്തിന്റെ പാലും ഒട്ടകത്തിന്റെ കുട്ടിക്കും നല്ല വില കൊടുത്ത് പിന്നെയും വിൽക്കാൻ പറ്റുമല്ലോ. പക്ഷേ പത്തും തികഞ്ഞു നിൽക്കുന്ന ഒട്ടകമാണ് ആർക്കും വേണ്ട. എല്ലാവരും ഭയചകിതരാണ്. കാട്ടിലെ ജീവികൾ നാട്ടിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ, കാട്ടില് നക്ഷത്രങ്ങൾ വീണപ്പോ കാട്ടിലെ ആനയും പന്നിയും സിംഹവും ഒക്കെ, ഇബ്നു കസീർ പറയുന്നുണ്ട് തഫ്സീറില്, ഒരാൾ കടയിൽ നിന്ന് പുറേ പോയി നോക്കുമ്പോ പുറന്റെ ഒരു ഭാഗത്ത് സിംഹം, മറ്റൊരു ഭാഗത്ത് ആന, വേറെ ഭാഗത്ത് നരി, മറ്റേ ഭാഗത്ത് കുറുനരി.
സത്യത്തിൽ പോയി നോക്കുമ്പോ ഏതെങ്കിലും ഒരു പ്രദർശനത്തിന് വെച്ച സ്ഥലങ്ങളില്ലേ, അവിടെ മൃഗശാല പോലെ എല്ലാം ഓരോ ഭാഗം. പക്ഷെ ഒന്നിനും ആക്രമിക്കാനുള്ള വാസനയില്ല. പിടിച്ചു ഒന്നും ചെയ്യുന്നില്ല. ആന അതിന്റെ തുമ്പി കൊണ്ട് പിടിക്കേ, വേറെന്തെങ്കിലും കടിക്കേ, പറിച്ചു കയറി ഒന്നും ചെയ്യുന്നില്ല. എല്ലാവരും ഭയപ്പാടോടെ. കാട്ടിൽ നക്ഷത്രങ്ങൾ വീണപ്പോ കാട്ടിന്ന് പേടിച്ചവരെവിടെ എത്തി? നാട്ടിലെത്തി. ഇനി കൊടുക്ക പോകാനുള്ളത്? കാട് വിട്ട നാട്, നാട് വിട്ട കാടല്ല, വേറെ സ്ഥലമുണ്ടോ? ഈ രൂപത്തിൽ ചിത്രങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് ഭൂമിയിൽ. അപ്പൊ പിന്നെ കാണുന്ന അതിഭയാനകമായ മറ്റൊന്നാണ്, ആറാമത്തെ ഒന്നാണ്, സമുദ്രങ്ങൾ മുഴുവനും കത്തിക്കപ്പെട്ടാൽ കൂടുതലുള്ള ഭാഗമല്ലേ സമുദ്രം, അത് മുഴുവനും കത്തുകയാണ്. കരയിലിരിക്കുന്ന മനുഷ്യന്മാരത് കാണുകയാണ്. ഈ വിറങ്ങലിച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരൊറ്റ ഊത്തങ്ങ് മുടക്കുകയാണ്. മുഴുവനും മരിച്ചു വീഴുന്നു, ചരമമടഞ്ഞു പോകുന്നു. ഒരൊറ്റ ജീവനുള്ള വസ്തുക്കളോ അചേതന വസ്തുക്കളോ കാലിലോ മറ്റോ സഹായത്തോടെയോ ഭൂമിയിൽ നിലനിൽക്കുന്നില്ല. കെട്ടിടങ്ങളില്ല. സഹോദരങ്ങളെ, ഭൂചലനങ്ങളും മറ്റുമൊക്കെ ലോകത്ത് തിമിർത്താടിക്കൊണ്ടിരിക്കുമ്പോ മനുഷ്യന്റെ കഴിവത്ര കുറവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മനുഷ്യനെ പ്രതിരോധിക്കാൻ കഴിയോ? അന്നുള്ള ആളുകൾക്ക് ഉപകരണങ്ങൾ വെച്ച് തടുക്കാൻ കഴിയോ? എന്താ തടുക്കാനാ? എവിടെ തടുക്കാൻ? കാട്ടിലുള്ള മൊത്തം നാട്ടിലേക്ക് വന്ന് എങ്ങനെ തടുക്കുക? ഒരൊറ്റ പുലി ഇറങ്ങിയാൽ തന്നെ തെരയുന്ന ആൾക്കാരടക്കം പേടിയിലാണ്. നാട്ടുകാർ ഏതായാലും പേടിയിലാണ്. തെരയാൻ ഏൽപ്പിക്കപ്പെട്ട കുറച്ച് മലക്കുകൾ ഉണ്ടല്ലോ നാട്ടിൽ, അവരടക്കം പേടിയിലാണ്. അവരും മനുഷ്യരാണ്, ഇവര് പേടിയിലാക്കോ? അവര് നാല് ഭാഗം നോക്കണം. അവർക്ക് രാത്രി ഉറക്കം വരുന്നില്ല. കാവൽക്കാരായതുകൊണ്ട് ഉറക്കം വരാതൊക്കെ അല്ല, പേടിച്ചിട്ട് ഉറക്കം വരാതൊക്കെ. കാരണം ഈ പുലിനെ നോക്കാൻ അവരല്ലേ ഏൽപ്പിച്ചത്. ഒരു നാട്ടിൽ ഒരു പുലി ഇറങ്ങിയെന്ന് കേട്ടാൽ തന്നെ എത്ര പേടിക്കും. അന്നത്തെ പുലിയും അന്നത്തെ സിംഹവും ഒക്കെ എത്രത്തോളം പേടിച്ച് അതിന്റെ അക്രമ വാസനകളൊക്കെ അവസാനിച്ചു പോകുന്ന രൂപത്തിലുള്ള ഒരു പേടിയെ പറ്റി ചിന്തിച്ചു നോക്കൂ. എത്രമാത്രം ഭയാനകമാണ്. വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ വെക്കുന്ന, ശാസ്ത്ര ലോകത്തിന്റെ മുന്നിൽ വെക്കുന്ന വിജ്ഞാന ശാഖകളിൽ ഇനിയും ഒരുപാട് പഠിക്കാനും എണ്ണാനുമുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ വിസ്മയങ്ങൾ എണ്ണി തീർക്കാൻ ആർക്കും കഴിയില്ല. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന അത്ഭുതങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താനോ കണക്കാക്കാനോ ലോകത്താർക്കും കഴിയില്ല. എത്ര അധികം കേട്ടാലും മടുപ്പ് വരാത്ത ഒരു ശ്രുതി ഖുർആനിന് സ്വന്തമാണ്. ലോകത്ത് വേറെ എന്തെങ്കിലുണ്ടോ? ഒരു മദ്ഹ് പാട്ട് ഒരു കുട്ടി ഇവിടുന്ന് പാടിയാല് ആ സദസ്സിന് ആൾക്കാർ പറയും, ഇന്നലെ പറഞ്ഞല്ലേ പാടി, ഇന്നും അതന്നെ, നാളെ പാടാ. ആ കുട്ടി എന്നും ഒരു പാട്ട് തന്നെ പഠിച്ചിട്ട് ഖുർആന് ഇന്നലെ ഓതി അതേ കാരി ഈണത്തിൽ ഒരു ഖുർആൻ ഓതി എങ്ങനെ പറയും? ആൾക്കാരെന്ത് പറയും? നല്ല രസമുണ്ട് കേൾക്കാൻ, നല്ല ഹരമുണ്ട്, നല്ല ഭംഗിയുണ്ട്. എത്ര വർഷമായ ഹറമിലെ ഇമാമിങ്ങൾ ഓത്ത് കേൾക്കും, മടുക്കുണ്ടോ? കേട്ടിട്ട് സഹോദരങ്ങളെ വീണ്ടും വീണ്ടും കേൾക്കാനല്ലേ തോന്നുന്നത്. കൂടുതൽ കേൾക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. ആ ഇമാമിങ്ങൾക്കൊക്കെ അള്ളാഹു നല്ല ആഫിയത്ത് കൊടുക്കട്ടെ. എന്തൊരു സൗന്ദര്യമാണ് ആ ഓത്തിന്. എത്ര കേട്ടാലും മടുപ്പ് വരാത്ത ഒരു സംഗതി, ഒരു ഭംഗി ഖുർആന് സ്വന്തമാണ്. വേറൊന്നിനുമില്ല. വലാ തുസാമു അലൽ ഇക്സാരി ബിസ്സഅമി. എത്ര അധികം കേട്ടാലും പോരൂല. കഴിഞ്ഞ വർഷം, മുമ്പത്തെ വർഷമൊക്കെ ഓരോ വർഷവും ഹറമിൽ മാത്രം റമളാനിലെത്തുന്ന കുറെ അതിഥികളുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് ലീവ് എടുത്ത് കുടുംബസമേത ഹറമിൽ വരും. എന്തിന്? 30 ജുസും ഖുർആന് ഇമാമിൽ നിന്ന് കേട്ട് നിസ്കാരത്തിൽ പൂർത്തിയാക്കാൻ അല്ലാഹു നമുക്കും തൗഫീഖ് തരട്ടെ. വല്ലാത്തൊരു സന്ദർഭമാണ്. അവിടെ ഇങ്ങനെ നിസ്കരിക്കുമ്പോ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു അറബി 90 വയസ്സായി. ഞാൻ വിചാരിച്ച അറബി വർക്കത്തിന് ഉണ്ടാക്കാൻ നിസ്കരിച്ചു പോകും. ഒരു ജുസ് ഓതുന്ന ഇമാമിന്റെ ഓത്ത് ഒരു വടിയും കുത്തിപ്പിടിച്ച് റുക്കുവിൽ ഇങ്ങനെ നിൽക്കണത്, എങ്ങനെ നിൽക്കാൻ കഴിയുള്ളൂ? ആ രൂപത്തിലായിട്ടുണ്ട് പ്രായം. വടി ഒരു കയ്യിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് ഖിയാമിൽ നിൽക്കാൻ. ഈ സുജൂദിലേക്ക് പോകുമ്പോ ഈ വടി ഇങ്ങനെ താഴെ വെക്കും. സുജൂദിൽ നിന്ന് എണീക്കുമ്പോ ഈ വടി ഇങ്ങനെ കുത്തിപ്പിടിച്ച് വീണ്ടും എഴുന്നേൽക്കും.
അപ്പൊ അറബിയോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് വീട്ടിൽ നിസ്കരിച്ചാ പോരെ? അപ്പൊ അദ്ദേഹം പറയുന്നു, വീട്ടിൽ നിസ്കരിക്കാൻ ഈ ഓത്ത് ഇങ്ങനെ കേൾക്കാൻ കഴിയില്ലല്ലോ, നമ്മൾ ഓതി നിസ്കരിക്കല്ലേ, ഈ ഓത്ത് കേൾക്കാൻ വേണ്ടിയിട്ട് വളരെ ദൂരത്തുനിന്ന് ഒരു ജുസ് കേട്ടിട്ട് തറാവീഹ് നിസ്കരിക്കാൻ 30 ജുസും അങ്ങനെ കേട്ട് പൂർത്തിയാക്കാൻ ലക്ഷക്കണക്കിന് ആളുകളല്ലേ ഒഴുകുന്നത്. പബ്ലിസിറ്റി ചെയ്ത് വിളിച്ചു വരുത്താ ആണോ? ഇത്ര കൊല്ലം ഹറമിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ പൊയ്ക്കൊളി കേൾക്കാൻ ഓസ്ട്രേലിയയിൽ നിന്ന് ഇത്ര ആൾക്കാർ, സിറിയയിൽ നിന്ന് ഇത്ര ആൾക്കാർ, അങ്ങനെ ഉണ്ടാവുക? ഖുർആനിന്റെ വിസ്മയമാണത്. എത്ര കേട്ടാലും 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 മടുപ്പ് വരാത്ത ഒരു ശ്രുതി അല്ലാഹു ഖുർആനിന് സ്വന്തം നൽകി. എന്തൊരു സൗന്ദര്യമാണ്! 40 കാര്യങ്ങൾ ഒരുമിച്ച് ഖുർആനോത്ത് നടത്തിയാൽ എത്ര ഭംഗിയാണ് അതിന്! അത്ര ഭംഗിയുള്ള ഒരു അവതരണം ലോകത്ത് മറ്റൊന്നിനും അല്ലാഹു നൽകിയിട്ടില്ല, ഖുർആനിനു മാത്രമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനോത്ത് കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന സ്വഹാബിമാരുണ്ട്. അവരെ ഓത്തിന്റെ ഭംഗി അത്രമാത്രം വലിയ ഭംഗിയാണ്. കൂട്ടത്തിൽപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉബയ്യ് ഇബ്നു കഅബ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നിന്ന് ഖുർആൻ പഠിക്കാൻ നബി തങ്ങൾ പറഞ്ഞു, എന്റെ കാലശേഷം 6 സ്വഹാബിമാരിൽ നിന്ന് നിങ്ങൾ ഖുർആൻ പഠിക്കണം. ആ കൂട്ടത്തിൽ എണ്ണി പറഞ്ഞൊരു മഹാനാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. നല്ല ഖാരിആണ്. ഓതിയാൽ ആൾക്കാർ എത്ര നേരവും നിന്ന് ഓത്തങ്ങ് കേട്ടോളൂ, അർത്ഥം അറിയണ്ട, ഓത്തങ്ങനെ കേൾക്കാൻ തന്നെ ഒരു ഭംഗിയാണ്. ആ ഉബയ്യ് ഇബ്നു കഅബിനെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശുദ്ധ റമളാനിൽ തറാവീഹിന് ഇമാമാക്കിയത്. ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഖലീഫ. സാധാരണ ജമാഅത്തിലൊക്കെ ഖലീഫയാണ് ഇമാമത്ത് നിൽക്കല്. തറാവീഹിന് ഇമാമാക്കി നിർത്തിയത് ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. എന്താ കാരണം? മഹാനവർകൾ അത്രയും നല്ലൊരു ഖാരിആണ്. എത്ര ഓതി കേട്ടാലും ഓത്തിനൊരു മടുപ്പ് വരൂല. വിശുദ്ധ ഖുർആൻ ധാരാളം കേൾക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരുപാട് പഠിക്കാൻ അല്ലാഹു അവസരം തരട്ടെ. ശാസ്ത്ര ലോകത്തോട് ഖുർആൻ ശബ്ദിക്കുന്ന ഒരുപാട് ശബ്ദങ്ങളുണ്ട്. കണ്ടെത്താൻ കഴിയുമോ സഹോദരങ്ങളെ? ഖുർആൻ പറയുന്നുണ്ട്. ശാസ്ത്രലോകം കണ്ടെത്തട്ടെ, എവിടെയാണെന്ന് എണ്ണി പഠിപ്പിച്ചു പറഞ്ഞു തരട്ടെ. അവസാന നാളെടുക്കുന്ന സമയത്ത് അതാ ദാബത്തുൽ അർള് എന്ന വിസ്മയം സൃഷ്ടിക്കുന്ന ഒരു ജീവി അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ്. 10 അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളമാണ്. ഭൂമിയിലേക്ക് വരാനുണ്ട്, ജനങ്ങളോട് സംവദിക്കുന്ന ഒരു ജീവിയാണ്. ജനങ്ങളോട് സംസാരിക്കുന്ന ഒരു ദാബത്തുൽ അർള് വരാനുണ്ട്. ഒന്ന് അന്വേഷിച്ച് പറയുമോ എവിടെയാണ്? കൃത്യമായിട്ട് എന്നാ വരിക എന്ന് പറയാൻ പറ്റുമോ? അന്നന്നാസ കാനൂ ബിആയാതിനാ ലാ യുഖിനൂൻ. ജനങ്ങൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് വിശ്വസിച്ചില്ല, മനുഷ്യര് ഉറച്ച് വിശ്വസിച്ചില്ല. മുഅ്മിനെയും മുഅ്മിനല്ലാത്തവരെയും വേർതിരിക്കുന്ന ഒരു ജീവിയാണ് ദാബത്തുൽ അർള്. ഒരു നാട്ടിലെത്തിയാൽ അതിന്റെ കൈകൊണ്ട് മുഅ്മിനായ മനുഷ്യന്റെ നെറ്റിയുടെ ഭാഗത്ത് മൂക്കിന്റെ ഭാഗത്തൊന്ന് വരച്ചാൽ അവന്റെ മുഖത്തൊരു പ്രത്യേക പ്രഭരൂപപ്പെട്ടു വരും. ഇന്നലെ വരെ മുഅ്മിനിന്റെ റോളിൽ കഴിഞ്ഞവർ ഒരുപക്ഷേ അന്ന് കാഫിറായി വിധി എഴുതപ്പെടും. അന്ന് വരെ പലരും തെറ്റിദ്ധരിച്ച് നിൽക്കുന്ന ആളുകൾ മുഅ്മിനായിട്ട് രൂപപ്പെട്ടു വരും. ശരിക്കും അടയാളം പറ്റുന്ന, അറിയാൻ പറ്റുന്ന അടയാളം ദാബത്തുൽ അർള് നൽകുന്നു. ജനങ്ങളെല്ലാവരും പേടിക്കുന്ന, ഒരൊറ്റ ഉപകരണത്തിനും വഴങ്ങിക്കൊടുക്കാൻ കഴിയാത്ത മഹാശക്തികളായ യജൂജ് മഅജൂജ് ലോകത്ത് വരാനുണ്ടെന്ന് ഖുർആൻ പറയുന്നു. അവര് ലോകത്ത് പുറപ്പെടുമ്പോ അന്ന് ലോകത്ത് നിയന്ത്രിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മസീഹ് ഈസാ അലൈഹിസ്സലാം ഈ യജൂജ് മഅജൂജിനെ പറ്റി അല്ലാഹുവോട് പരാതി പറയുമ്പോ റബ്ബ് തആല പറയുന്നത്, ഈസാ നബിയേ, നിങ്ങളെ കൊണ്ട് അവരെ തകർക്കാൻ കഴിയൂല, ജനങ്ങളെ കൊണ്ട് തകർക്കാൻ കഴിയൂല, ഒരൊറ്റ ഉപകരണം കൊണ്ടും നശിപ്പിക്കാൻ കഴിയൂല, ഒരു പീരങ്കിക്ക് അവര് വഴങ്ങൂല, ഒരു ബോംബ് അവരെ പൊട്ടിക്കാൻ കഴിയൂല. ബോംബ് അവരെ കാണുമ്പോഴേക്ക് ബോംബുള്ള ആളൊക്കെ ഉള്ളിലേക്ക് ഒളിഞ്ഞു പോകും. അത്രമാത്രം ആജാനുബാഹുക്കളായ ഒരു വലിയ സമൂഹം
ലോകത്ത് പുറപ്പെടാനുണ്ട്. നിങ്ങളും വിശ്വാസികളും ഹറമിൽ കൂടിക്കോളൂ, അഭയം പ്രാപിച്ചോളൂ. നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയൂല. അല്ലാഹു തആല തന്നെ നേരിട്ട് അവരെ നശിപ്പിക്കാന്നല്ലാതെ ലോകത്തൊരു ഉപകരണത്തിനും അവരെ തടുക്കാൻ കഴിയില്ല. മനുഷ്യന്റെ കഴിവിന് പരിമിതിയില്ലേ? എത്ര ഉപകരണങ്ങളും എത്ര യന്ത്രങ്ങളും പുതുതായി ഇങ്ങനെ യന്ത്രവൽകൃത ലോകത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കഴിവ് കുറവാ. ഈ ഭീമാകാരന്മാരായ മനുഷ്യന്മാർ ലോകത്തേക്ക് പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞാൽ അവരെ തടുത്തു നിർത്താൻ കഴിയൂല. അവരൊന്നും ചെയ്യാൻ കഴിയൂല. അവർ പ്രവേശിക്കാത്ത ഭാഗത്തേക്ക് മുഅ്മിനീങ്ങൾ പോയി കൂടുക എന്നല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. മക്കത്തെ ഹറമിലേക്ക് പ്രവേശിക്കൂല, മദീനത്തെ ഹറമിലേക്ക് പ്രവേശിക്കൂല, ബൈത്തുൽ മഖ്ദിസിലേക്ക് പ്രവേശിക്കൂല, തൂര് സീനാ പർവ്വതത്തിലേക്ക് പ്രവേശിക്കൂല. ബാക്കി ഭൂമിയിൽ എല്ലാ ഭാഗത്തും ഒരൊറ്റ കായികനികൾ ഉണ്ടാകൂല. കാണുന്നിടത്തൊരു മനുഷ്യന്മാരുണ്ടാവില്ല. ഒരു മനുഷ്യനെങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പൊട്ടിച്ചിട്ട് 2-3 ആൾക്കാർ പീസാക്കി. അവർക്ക് ഭക്ഷണം തികയാതിരിക്കുമ്പോ ഓരോ വർഷവും കടലിൽ നിന്ന് വലിയ വലിയ തിമിംഗലങ്ങൾ അല്ലാഹു തആല കരക്ക് അടുപ്പിച്ചു കൊടുക്കുക എന്നാണ് ചരിത്രത്തിലുള്ളത്. അത് കഴിച്ചിട്ടാണ് അവർക്ക് വിശപ്പൊക്കെ അകറ്റുന്നത്. ഇനി അഥവാ അത് കിട്ടാൻ നേരം വൈകിയാല് അവരെ കൂട്ടത്തിൽ ഒരാൾക്ക് അല്ലാഹു തആല ആയുസ് കൊടുത്തിരിക്കുന്നത് 1000 കൊല്ലമാണ്. 1000 കൊല്ലം. അപ്പൊ ഏകദേശം 1 കൊല്ലം 2 കൊല്ലൊക്കെ കണക്കാക്കി നിൽക്കുന്ന ആളുണ്ടാവുമല്ലോ. 999 കണക്കിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. 999 ആയ ആളെ നിനക്കേതായാലും 1 കൊല്ലേ ഉള്ളൂ, ഞങ്ങൾക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യാന്ന് പറഞ്ഞാൽ അയാളെ പീസാക്കിയിട്ട് ബാക്കിയുള്ളവരൊക്കെ കഴിക്കും. ഇത്തരത്തിൽ നരഭോജികളായ ഒരു വിഭാഗം ലോകത്ത് താമസിക്കുന്നുണ്ട്. അവർ ലോകത്ത് വരാനുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ഇന്ന് നമ്മൾ ഓതിയില്ലേ, സൂറത്തുൽ കഹ്ഫിൽ ഓതിയില്ലേ, ആ വിഷയങ്ങളൊക്കെ വെച്ച് ഓതിയില്ലേ. ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർദ്, ഭൂമിയിൽ നാശം വിതക്കുന്ന 2 ടീം, യഅജൂജ് മഅജൂജ്. സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാമിന്റെ 3 മക്കളിൽ യാഫിസ് എന്ന മക്കളുടെ മകന്റെ സന്താന പരമ്പരയിൽ വന്ന വിഭാഗമാണ് ഇവർ. അവർ ലോകത്തിന്റെ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്നത്. حتى إذا جاء وعد ربي جعله دكاء وكان وعد ربي حقا. റബ്ബിന്റെ വാഗ്ദാനം ലോകത്ത് പുലരാനാകുന്ന സമയമാകുമ്പോ അവർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മറയും ഭിത്തിയുമൊക്കെ തകർത്ത് തരിപ്പണമാക്കി അവർ പുറത്തേക്ക് വരും. ആ വഅദ്, റബ്ബിന്റെ ആ വാഗ്ദത്തം അത് നടക്കാതിരിക്കൂല. വകാന വഅദു റബ്ബി ഹഖാ, കൃത്യമായിട്ട് നടക്കും. അതിനു മുമ്പുള്ള അടയാളങ്ങളൊക്കെ കുറെ കാണാനുണ്ട്, ലോകത്ത് വരാനുണ്ട്. അവരങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ നാട്ടിലേക്കും ഹൈ സ്പീഡിൽ അവര് പോകും. ഖുർആൻ പറഞ്ഞത് എല്ലാ വഴികളിലൂടെ, ഒരു വഴിയാക്കാനൊന്നുമില്ല. ഒരു വഴിയിലൂടെ അവരങ്ങ് നടക്കാൻ തീരുമാനിച്ചിട്ടെങ്കിൽ തടയാനൊന്നും പറ്റൂല. അവരിൽ ആദ്യ വിഭാഗം ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് മുന്നോട്ട് പോയിട്ട് ജലാശയങ്ങളിലൊക്കെ കുടിച്ച് വെള്ളം തീർക്കുമ്പോ രണ്ടാമത്തെ വിഭാഗം വന്നിട്ട് പറയും, ഇവിടെ ഇന്നലെ വെള്ളം ഉണ്ടായിരുന്നല്ലോ, ചെറിയ നനവ് കാണുന്നുണ്ടല്ലോ. അവരാദ്യം കുടിച്ചു പോയി. രണ്ടാമത് വരുന്ന ടീമിന് കുടിക്കാൻ വെള്ളമല്ല, ഏത് സമുദ്രത്തിലെ വെള്ളമാണ് ഈ പറയുന്നത്. ആ രൂപത്തിൽ വെള്ളങ്ങളൊക്കെ കുടിച്ചു തീർക്കുന്ന ഒരു വൻ സമൂഹം എല്ലാ ഭാഗങ്ങളിലൂടെ നുഴഞ്ഞു കയറ്റം നടത്തും. തടയാൻ കഴിയൂല. അവരുടെ അക്രമം ആ രൂപത്തിൽ ശക്തിയാർജിക്കുമ്പോ ഈസാ നബി അലൈഹിസ്സലാം മനുഷ്യരെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല തൊടുത്തു വിടുന്നത് എന്താണെന്നറിയോ? ചെറിയ ചെറിയ അണുക്കളയാണ്. ആ അണുക്കള് വന്ന് ഇവരെ പെരടിയുടെ ഭാഗത്തൊന്ന് ചെറിയ നിലക്കൊന്ന് കുത്തുമ്പോഴേക്ക് അവര് തായോട്ട് വീണു പോകുന്നു, ചരമമടഞ്ഞു പോകുന്നു, എണീക്കാൻ പറ്റാതെയാകുന്നു. ഭൂമിയുടെ എല്ലാ ഭാഗത്തും ഇവരെങ്ങനെ നീണ്ട വലിയ പനകൾ വലിച്ചിട്ടതുപോലെ വലിയ ഭീമാകാരന്മാരായ മനുഷ്യന്മാര് നീണ്ട കിടക്കുകയാണ്. അവരെ ശരീരത്തെ ഭൂമിയിൽ നിന്നൊന്ന് മറക്കുന്നതിന് വേണ്ടി പക്ഷികളും മറ്റുമൊക്കെ
കൊത്തി വലിച്ചു തിന്നാലും തീരാത്ത ഭാഗങ്ങളില്ലേ, വലിയ മഴ അല്ലാഹു തആല സൃഷ്ടിക്കുന്നു. ആ മഴയിൽ ഇവരെ ശരീരത്തിന്റെ ഭാഗങ്ങളെ മുഴുവനും ഒലിപ്പിച്ച് പല ഭാഗങ്ങളിലേക്കും മറച്ചു വെക്കുന്നു. അങ്ങനെയാണ് ഭൂമിയെ അല്ലാഹു തആല ക്ലീൻ ചെയ്യുന്നത്. ഇരിക്കട്ടെ, ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞു ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. വിശുദ്ധ ഖുർആൻ ശാസ്ത്രലോകത്തെ വെല്ലുവിളിക്കുന്നുണ്ട്. ഖുർആൻ പറയുന്നുണ്ട് പാരത്രിക ലോകമുണ്ട്. ശാസ്ത്രം പറയുന്നു ലോകം ഇവിടെ അവസാനിക്കുകയാണ്, തീരുകയാണെന്ന്. അല്പജ്ഞാനികൾ പറയുമ്പോ അല്ല അല്ല, ലോകത്തിന് മറ്റൊരു ലോകമുണ്ട്. എന്താണ് അടയാളം? ഓരോ വർഷവും അള്ളതിന് അടയാളം നൽകുന്നുണ്ട്. എന്താണ് അല്ലാഹു തആല പരലോകത്തിന് അടയാളമായി പഠിപ്പിച്ചത്? മഴയല്ലേ അല്ലാഹു തആല കൊടുത്തത്? ഒരു പുല്ലും മുളക്കാത്ത സ്ഥലത്ത് മഴ വർഷിപ്പിച്ചുകൊണ്ട് പുല്ല് മുളപ്പിക്കുന്നതാരാണ്? കായ്ക്കനികൾ തരുന്നതാരാണ്? ധാന്യങ്ങൾ തരുന്നതാരാണ്? യഥേഷ്ടം ആ മഴ കിട്ടിയിട്ടില്ലെങ്കിൽ പത്രങ്ങളിലൂടെ എഴുത്ത് വരും, ഈ വർഷം ജനങ്ങൾ വരൾച്ചയിലാകും, ഭക്ഷ്യധാന്യങ്ങളൊക്കെ കുറഞ്ഞു പോകും. ലോകത്ത് മഴ പെയ്യാത്ത ഒരു കാലം വരുമോ? വരും. മഴ പെയ്യാത്ത 3 കൊല്ലം തുടരെ വരും. എപ്പോഴാണത് വരുന്നത്? ആ 3 കൊല്ലത്തിന്റെ ശേഷമാണ് മസീഹുദ് ദജ്ജാൽ ലോകത്ത് ആഗമനം ചെയ്യുന്നത്. അവൻ വരുന്നതിന്റെ മുമ്പ് 3 കൊല്ലം ഒരൊറ്റ തുള്ളി വെള്ളം പോലും തായോട്ട് പതിക്കൂല. ജനങ്ങൾ വരൾച്ചയിലും ബുദ്ധിമുട്ടിലുമാകുന്ന കാലം ലോകത്ത് വേറെ ഇല്ല. എവിടെയും ധാന്യങ്ങൾ കാണാൻ കഴിയൂല, പച്ചക്കറികൾ കാണാൻ കഴിയൂല. വളരെയധികം വിഷമിച്ചുകൊണ്ട് ആളുകൾ ഉള്ള വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കി കുടിക്കുമ്പോ പഴയൊരവസ്ഥയിലേക്ക് ജനങ്ങൾ നീങ്ങുമ്പോ, വെള്ളത്തിന് വേണ്ടി എത്രയും ആഗ്രഹിച്ചു നിൽക്കുമ്പോ, വെള്ളം ഞാൻ തന്നാൽ നിങ്ങൾ എന്നെ റബ്ബായി അംഗീകരിക്കുമോ എന്ന് പറയുമ്പോ ലക്ഷക്കണക്കിന് ആളുകളാണ് അവനെ വിശ്വസിക്കുന്നത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പരലോകത്തിന്റെ അടയാളമായിട്ട് ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത് വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറകൻ ഫഅംബത്നാ ബിഹി ജന്നാത്തിൻ വഹബ്ബൽ ഹസീദ് വന്നഖ്ല ബാസിഖാത്തിൻ ലഹാ തുൽഉൻ നദീദ്. നല്ല അനുഗ്രഹീതമായ മഴ വർഷിപ്പിച്ചിട്ട് മറ്റൊരാൾ നനച്ചാൽ പോലും ലഭിക്കാത്ത രൂപത്തില് കായ്ക്കനികൾ നമ്മൾ നൽകുന്നില്ലേ, പഴവർഗ്ഗങ്ങൾ നൽകുന്നില്ലേ, പച്ചക്കറികൾ നൽകുന്നില്ലേ? ഇതൊക്കെ മനുഷ്യന് ചിന്തിച്ചുകൂടെ? എന്നിട്ട് അല്ലാഹു പറയുന്നു വഹ്യൈനാ ബിഹി ബൽദത്തം മൈതാ. നിർജീവമായി കിടക്കുന്ന ഭൂമിയെ സജീവമാക്കുന്നത് ഈ വെള്ളം കൊണ്ടാണ്. കദാലിക്കൽ ഖുറൂജ്. കുടിമാടങ്ങളിൽ നിന്ന് ആളുകൾ ആഖിറത്തിൽ പുറത്തേക്ക് വരുന്നത് ഇതേ രൂപത്തിലാ. രണ്ടാമത്തെ ഊത്ത് നടക്കുന്നതിന്റെ മുമ്പ് ഒന്നാമത്തെ ഊത്തിന്റെയും രണ്ടാമത്തെ ഊത്തിന്റെയും ഇടക്കൊരു 40 കൊല്ലമുണ്ടല്ലോ. ആ 40 കൊല്ലത്തില് റബ്ബ് സുബ്ഹാനഹു വ തആല മഴ വർഷിപ്പിക്കുന്നുണ്ട്. വലിയ മഴയല്ല. ഭൂമി ലോകത്താരും കുടിക്കാനെന്ന് ഭൂമി ലോകത്താരുമില്ല, ഒരു ജീവിയുമില്ല, ഒരു മരവുമില്ല, ഒരു കല്ലുമില്ല. എല്ലാം അല്ലാഹു നിരപ്പാക്കി വെച്ചിരിക്കുകയല്ലേ. അകത്ത് കിടക്കുന്ന ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് ഒരു ചാറ്റിൽ മഴ വർഷിക്കും. അത് ഭൂമിയുടെ എല്ലാ പ്രതലങ്ങളിലും എത്തും. ആദ്യ ഭാഗം ഘട്ടം ഘട്ടമായി ഓരോ ഭാഗത്തും അത് വർഷിക്കും. കദാലിക്കൽ ഖുറൂജ്. ഈ സസ്യലതാദികൾ മുളപ്പിക്കും പോലെ, കായ്ക്കനികൾ പുറത്തു കൊണ്ടുവരും പോലെ, മനുഷ്യന്റെ ശരീരത്തിന്റെ അവശിഷ്ടങ്ങളും ഭാഗങ്ങളും ഭൂമിയുടെ ഏത് ഭാഗത്ത് ചേർന്നിട്ടുണ്ടോ, ഏത് മണ്ണിലേക്ക് കൂടിയിട്ടുണ്ടോ, അതൊക്കെ ഒന്ന് ഒരുമിച്ച് കൂട്ടാനും ഒന്ന് സജീവമാക്കാനും ഒന്ന് പുറത്തു കൊണ്ടുവരാനും ഇപ്പൊ പെയ്യിപ്പിക്കുന്നത് പോലെ മഴ വർഷിപ്പിച്ചുകൊണ്ട് പുറത്തു കൊണ്ടുവരുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുമ്പോ നിഷേധിക്കാൻ കഴിയൂല. നഗ്നനേത്രങ്ങളെ കൊണ്ട് മനുഷ്യൻ കാണുന്നു നിർജീവമായി കിടക്കുന്ന ഭൂമി സജീവമാകുന്നത്. എങ്കിൽ ആ ഭൂമിയുടെ ഉള്ളിൽ അല്ലാഹു തആല സന്നിവേശിപ്പിച്ചിരിക്കുന്ന മനുഷ്യ ശരീരങ്ങളെ, ജീവജാലങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതിന് അതേ രൂപഭാവം സ്വീകരിക്കുമ്പോ കൊണ്ടുവരാൻ കഴിയുമെന്നത് നിഷ്പ്രയാസം ചെറിയ ബുദ്ധി കൊണ്ട് പഠിക്കാം, മനസ്സിലാക്കാൻ കഴിയുന്നതാണ്.
ഖുർആന പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാൻ കഴിയുന്നതാണ്. അള്ളാഹു പഠിക്കാൻ തൗഫീഖ് തരട്ടെ. വിശുദ്ധ ഖുർആനിന്റെ ബഹുമാനം സ്വീകരിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊരൊറ്റ ആയത്തിന് എത്രമാത്രം വലിയ ബഹുമാനമുണ്ട്. അതിന്റെ ബഹുമാനം വിശദീകരിച്ചാൽ തീരുമോ? ഞാൻ ബർക്കത്തിന് വേണ്ടി ചെറിയ സംഭവം പറഞ്ഞ എന്റെ വാക്കുകൾ ഉപസംഹരിക്കും. സമയമായല്ലോ ഉസ്താദേ, സമയം ഒരുപാടുണ്ടെന്നല്ല. ഇപ്പൊ നോക്കുമ്പോ സമയം കഴിഞ്ഞു. 10:50. അതെ, അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ അല്ലേ? ഞാനിപ്പോ വരുമ്പോ തൃശ്ശൂർ ഭാഗത്തു നിന്ന് ഒരു സഹോദരൻ എന്നെ വിളിച്ചു. ശബ്ദം കേട്ട് പരിചയമുണ്ടെങ്കിൽ ആളെ നേരിൽ കണ്ടാലേ തിരിയുള്ളൂ. അദ്ദേഹം വലിയൊരു പ്രയാസം അത് നിങ്ങളെ മുന്നിൽ പറയാണ്. 2 കാര്യത്തിൽ. ഒന്ന്, ആ പ്രയാസം പരിഹരിക്കാനുള്ള നല്ല സഹായം തരണം. രണ്ടാമത് അയാൾക്കും വേണ്ടി ദ്വാരക്കണം. അല്ലാഹു തആല അയാൾക്ക് നല്ല ആഫിയത്ത് കൊടുക്കട്ടെ, ബറക്കത്തും സലാമത്തും അല്ലാഹു കൊടുക്കട്ടെ. വിദേശത്ത് നല്ല ജോലി ഉണ്ടായിരുന്നു ചെറുപ്പക്കാരന്. നല്ല ജോലി ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ഖത്തറിൽ. പിന്നെ അദ്ദേഹം ഒന്ന് നാട്ടിലേക്ക് വന്നപ്പോ അയാൾ ജോലി പോകുന്ന രീതിയിൽ അറബി അല്ലെങ്കിൽ അയാളെ കഫീല് ലക്ഷക്കണക്കിന് റിയാലിന് അയാളെ ബ്ലോക്ക് ചെയ്തു പോയി. ഒരു ചെക്ക് കേസ് എന്നൊക്കെ പറഞ്ഞ രൂപത്തിൽ കേസ് ഉണ്ടാക്കി തിരിച്ചങ്ങോട്ട് വരാൻ പറ്റാത്ത രൂപത്തിൽ. അതിന്റെ പിന്നിൽ ആ ഓണർ അല്ലെങ്കിൽ ആ കഫീൽ എടുത്ത ബുദ്ധി എന്താന്ന് വെച്ചാൽ ഇയാള് പ്രവർത്തിക്കുന്ന ഹോട്ടൽ കട അതൊന്ന് കൈക്കലാക്കലാണ്. അത് 2, 3, 4 മാസം കൊണ്ട് കൈക്കലാക്കുകയും ചെയ്തു. അങ്ങനെ സാമ്പത്തികമായി വലിയ പരാധീനത അനുഭവിച്ചു. രണ്ടാമതും അല്ലാഹു തആല അദ്ദേഹത്തിന് നല്ല ജോലി കൊടുത്ത് അദ്ദേഹം ദുബൈയിലേക്ക് പോയി. പിന്നെ ശരീരത്തിന് ക്ഷീണം വന്നു, ഡയാലിസ് ചെയ്ത് ബുദ്ധിമുട്ടായി, വളരെ അവശത വന്ന് ഷുഗറും പ്രഷറും ഒക്കെ വർദ്ധിച്ച് ബുദ്ധിമുട്ടായി. ആ ജോലിയും ഒഴിവാക്കി നാട്ടിൽ വന്നു. നേരത്തെയുള്ള ജോലിയുമായി ബന്ധപ്പെട്ട് കടം വീട്ടാൻ ആദ്യം ഉണ്ടാക്കിയ പുരയും വാങ്ങിയ പറമ്പും ഒക്കെ വിറ്റ് ഇപ്പൊ അദ്ദേഹം ചെറിയൊരു 3 സെന്റിൽ ഒരു വീടുണ്ടാക്കിയിട്ട് ആ വീട് തേച്ച് റെഡിയാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 2-3 ആഴ്ചയായി. അപ്പൊ ഒരു ഫാന് വെക്കാൻ പോലും അദ്ദേഹത്തിന്റെ കയ്യിൽ കാശില്ല. 3 മക്കളും ഭാര്യയും അദ്ദേഹം അടങ്ങുന്ന കുടുംബത്തിന് മുന്നോട്ട് പോകാനുള്ള കഴിവില്ല. ഒരു മാന്യതയുള്ള ആൾക്കാരാകുമ്പോ എല്ലാവരോടും പോയി ചോദിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണല്ലോ എന്ന നിലക്കാണ് പ്രയാസം എന്നെ അറിയിച്ചത്. വളരെ പ്രയാസപ്പെടുന്ന ഒരു സഹോദരനല്ലേ. അള്ളാഹു അദ്ദേഹത്തിന് നല്ല എളുപ്പം കൊടുക്കട്ടെ, കുടുംബത്തിന് അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, വളർന്നു വരുന്ന ആ മക്കളിലൂടെ അദ്ദേഹത്തിന് അള്ളാഹു തആല പുരോഗതി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ വിഷമങ്ങളൊക്കെ മാറ്റി റാഹത്തോടെ ഇബാദത്തെടുക്കാനുള്ള ജീവിതം അള്ളാഹു തആല നൽകുമാറാകട്ടെ. നിങ്ങളാൽ കഴിയുന്ന നല്ലൊരു സംഖ്യ സംഭാവന, എന്റെ കമ്മീഷനൊന്നും അതില്ല, നേരെ ഡെപ്പോസിറ്റ് അങ്ങോട്ട് ചെയ്തു പോകും. നിങ്ങൾക്കതിന്റെ കൂലി ഡയറക്റ്റ് ആയിട്ട് അല്ലാഹു തആല തരും. മരിച്ചുപോയ ആളുകളിലേക്കും തരും. നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല ഒരു സംഭാവന എല്ലാവരും തരണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പരിപാടിക്ക് വേണ്ടിയുള്ള സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ ചെയ്യണം. അതൊന്നും മറക്കുന്നില്ല. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് വലിയ മഹത്വമുള്ള ആയത്താണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ചൊല്ലാൻ മറക്കാതെ സൂക്ഷിക്കണം. വെള്ളം കുടിക്കുമ്പോഴും ചൊല്ലാൻ മറക്കാതെ സൂക്ഷിക്കണം. എന്നാൽ ഒരു ഇടങ്ങേറും ഒരു വിഷാംശവും ശരീരത്തിലേക്ക് ഏൽക്കൂല. വലിയ കാവല. വർഷങ്ങളോളം അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിന് ഖിദ്മത്ത് എടുത്തിരുന്ന ഒരു അടിമ പെണ്ണ്. ഈ പെണ്ണിനോട് ചിലപ്പോഴൊക്കെ മഹാനവറുകൾ ദേഷ്യം പിടിക്കുമ്പോ ഈ പെണ്ണ് യജമാനനെ ഒന്ന് നശിപ്പിക്കാൻ വേണ്ടി ഭക്ഷണത്തിലും വെള്ളത്തിലൊക്കെ വിഷം കലർത്തിയിട്ട് ഇടക്കിടക്ക് അങ്ങനെ കൊടുക്കും. പക്ഷെ എത്ര കൊടുത്താലും ഒന്നും ഏശാതെ അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ അങ്ങനെ എണീറ്റ് നടക്കും. അപ്പൊ ഈ പെണ്ണ് ചിന്തിച്ചു, ഞാൻ ഈ കലർത്തുന്നത് നല്ല A-ക്ലാസ് വിഷാണല്ലോ, അത് കലർത്തി കൊടുത്ത വെള്ളം തന്നെയാണല്ലോ മൂപ്പര് കുടിച്ചത്, അത് കലർത്തി കൊടുത്ത ഭക്ഷണം തന്നെയാണല്ലോ കഴിച്ചത്. പക്ഷെ ഒരു മാറ്റമില്ലല്ലോ. ഒരിക്കൽ ചോദിച്ചു, ഇന്നീ സഖൈതുക സുമ്മ സമാനൻ തവീലൻ, നീണ്ടകാലം നിങ്ങൾക്ക് ഞാൻ വിഷം കലക്കി തന്നു, പക്ഷേ വഹുവ ലാ യുഅസ്സിറു ഫീക, വിഷാംശം നിങ്ങളിൽ ഫലിക്കുന്നില്ലല്ലോ. എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോ അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ പറയുന്നു, പെണ്ണേ, എനിക്ക് പ്രായം കൂടുതലായത് കൊണ്ട് പെട്ടെന്ന് എന്നെ അങ്ങ് തീർക്കാമെന്ന് നീ വിചാരിച്ചോ? നടക്കൂല. എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും എന്റെ ജീവിതത്തിൽ വിടാതെ ഞാൻ ചൊല്ലുന്ന പതിവുണ്ട്,
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നീ കലക്കി തന്ന വിഷവും ഞാൻ കുടിച്ചപ്പോ ചൊല്ലിയത് അതേ വചനമാണ്. അത്ര വലിയ ബറക്കത്തുള്ള ഒരു വചനം വേറെ ഇല്ലല്ലോ. ഖുർആനിൽ ആവർത്തിച്ച് ആവർത്തിച്ച് വന്നത് ബിസ്മിയല്ലേ. എത്രമാത്രം വലിയ ബഹുമാനം അതിനുണ്ട്. നീ എത്ര വിഷാംശങ്ങൾ കലക്കി തന്നാലും, അത് ഇനിയും ഒരുപാട് വർഷങ്ങൾ തന്നാലും ഒരിക്കലും എന്നെ തളർത്താൻ നിനക്ക് കഴിയൂല. നിനക്കെന്റെ പക്കൽ നിന്ന് പോയി കിട്ടണം, അതല്ലേ വേണ്ടത്. നിന്നെ ഞാൻ മോചിപ്പിച്ചു, നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകാം. വിഷം തന്നിട്ട് എന്നെ തോൽപ്പിക്കാൻ പറ്റൂല. കാരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് വലിയൊരു കാവലാണ്. അള്ളാഹുവിന്റെ അസ്മാ ചൊല്ലിയിട്ടല്ലേ ഒരു മനുഷ്യൻ തുടങ്ങുന്നത്. അത്ര വലിയ കാവലുള്ള ദിക്റില്ലല്ലോ. പക്ഷേ മറക്കാതെ സൂക്ഷിക്കാനാണ് കഴിവ് വേണ്ടത്. മറക്കാതെ ചൊല്ലാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് വലിയ ബറക്കത്തുള്ളൊരു വചനമാണ്. ആ നിലക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെ മജ്ലിസ് അല്ലാഹു ഖബൂലാക്കി തരട്ടെ.